ബാഫക്ക് തങ്ങൾ EMS വരച്ചവരിൽ നിർത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി EMSന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ്. നമുക്കൊന്ന് സഹകരിച്ചുകൂടെ എന്ന് ചോദിച്ചു EMS. അപ്പോൾ പറഞ്ഞു സഹകരിക്കാം, 2 നിബന്ധന ഉണ്ടെന്നാണ്. എന്താന്ന് വെച്ചു, ഒന്ന് മലപ്പുറം ജില്ല തരണം, 2 കോഴിക്കോട് യൂണിവേഴ്സിറ്റി തരണം. EMS സമ്മതിച്ചു. പക്ഷേ പിന്നെ EMS മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടപ്പോൾ EMS അതങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. എപ്പോഴാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അത് നീട്ടിക്കൊണ്ടുപോകും. അവസാനം തങ്ങൾ CH അടക്കമുള്ള നമ്മുടെ നിയമസഭ സാമാജികരോട് പറഞ്ഞു, ഇനി അതും കൊണ്ടല്ല അങ്ങോട്ട് പോരണ്ടെന്ന് പറഞ്ഞു. CH അടക്കമുള്ളവർ നിയമസഭയിൽ വാശിയോട് പിടിച്ചു, ഇനി ഇതുകൊണ്ടല്ല തിരിച്ചു പോണ പ്രശ്നമില്ല. അന്ന് മന്ത്രിസഭ കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് കിട്ടി. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ തറക്കൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിടലിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ബാഫക്ക് തങ്ങളുടെ സാന്നിധ്യത്തിൽ CH തറക്കല്ലിട്ടു. ഇതൊക്കെ ചരിത്രത്തിൽ ആര് കണ്ടു? ഇന്നിതൊക്കെ പറയുമ്പോ ഇതിന്റെ വലിയ ഏജൻസികളായി ഇവിടെ പലരും മനസ്സുന്നുണ്ട്. വളരെ ചിന്തിക്കണം. ഞാൻ ആരും കരുതി കൂട്ടി പറയല്ല, പക്ഷെ ചിന്തിക്കണം. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ കേന്ദ്രങ്ങളിൽ വെലസാൻ പലരും മെനക്കെടുന്നു. പക്ഷേ അവരുടെയൊക്കെ പല നേതൃത്വത്തിന്റെയും വൈമനസ്യത്തോടെ മലബാറിലെ മാപ്പിള മക്കൾ പിടിച്ചു വാങ്ങിയതാണ്. അതിന്റെ പിന്നിലെ ഇച്ഛാശക്തി. കോഴിക്കോട്ടിന് യൂണിവേഴ്സിറ്റി ഇല്ലാതെ ഇനി തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്ക് മടങ്ങേണ്ടയില്ല എന്ന് പറഞ്ഞപ്പോൾ CH ഉള്ളവർക്കുകൾ കുടുങ്ങി. ആര് പറഞ്ഞു? ഹൈസ്കൂളിന്റെ മുറ്റം കാണാത്ത സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങളുടെ ആജ്ഞാശക്തിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മലബാർ യൂണിവേഴ്സിറ്റിന് വേണോ, അതല്ല കോഴിക്കോട് യൂണിവേഴ്സിറ്റിന് വേണോന്ന് പിന്നെ അതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകൾ പ്രശ്നം ഉണ്ടാക്കി. ഞാനൊരു പ്രശ്നം പറയല്ല, പക്ഷെ ഒരു വിഷയമാണ്. മലബാർ യൂണിവേഴ്സിറ്റി വേണമെന്ന് പറഞ്ഞു ഒരു കൂട്ടർ, അത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആക്കണം എന്ന് പറഞ്ഞു. രണ്ടിന്റെ ഇടയിൽ നിന്ന് ബാഫക്ക് തങ്ങളുടെ മധ്യസ്ഥത CH അറിയിച്ചു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും ആവണ്ട, മലബാർ യൂണിവേഴ്സിറ്റിയും ആകണ്ട, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ. അതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതുണ്ടാക്കിയത് ഈ മനുഷ്യന്മാരാ. അതിന്റെ പിന്നിൽ ബാഫക്ക് അതില്ലാതെ ഇനി മലബാറിലേക്ക് തിരിച്ചു വരരുത് എന്ന് ബാഫക്ക് തങ്ങൾ പറഞ്ഞു. അപ്പോൾ കുടുങ്ങി നമ്മുടെ മന്ത്രിമാർ. EMS കൊടുക്കാൻ നിർബന്ധിതനായി. പക്ഷേ അദ്ദേഹത്തിന്റെ വൈമനസ്യം അതിന്റെ തറക്കല്ലിടലിലും കാണിച്ചു. അതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ മുഖ്യമന്ത്രി EMS പങ്കെടുത്തില്ല. ഇതൊക്കെ ചരിത്രമാണ്. നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ ഈ മനുഷ്യന് ഇതൊക്കെ നേടാൻ കഴിഞ്ഞത് എന്തുകൊണ്ട്? നേടാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ കാര്യം ആ മനുഷ്യന് ഇലാഹായ പടച്ചവനോടുള്ള ബന്ധമാണ്. ഞാൻ മനുഷ്യന്റെ ഹൈബത്തിന് ഞാൻ പറയാം, നിസ്കാരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ ഹൈബത്ത്, ഒരു മനുഷ്യന്റെ ഹൈബത്ത്. ഇന്നലിൽ മുഅ്മിനീന നൂറൻ ഫിൽ ഖൽബ് വളിയാഅൻ ഫിൽ വജ്ഹ് വസഅതൻ ഫിൽ റിസ്ഖ് വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാൻ ഉണ്ടെങ്കിൽ 4 ഗുണം ഉണ്ടാവും. ഉറങ്ങുന്നവരൊന്നും ഇവിടെ ഇരിക്കണ്ട, ഇവിടെ വഴിയുണ്ട്, ഇങ്ങനെ ഇറങ്ങിപ്പോവാം. ഇത് തല തുറന്ന് കേൾക്കണമെന്നും ബാഫക്ക് തങ്ങളെ സുന്നിയാകണമെന്നും ബാഫക്ക് തങ്ങളെ ലീഗാകണമെന്നും ബോധമുള്ളവർ ഇവിടെ ഇരുന്നാൽ മതി. ഒരു മുഅ്മിനായ മനുഷ്യനാണ് ആദ്യമാവേണ്ടത്. ഒരു മുഅ്മിനായ മനുഷ്യന് 4 ഗുണം ഉണ്ടാവും. നൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നൂറുണ്ടാവും. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്തൊരു ളിയാ ഉണ്ടാവും. അവരെ മുന്നിൽ വലിയതാകാൻ ആർക്കും കഴിയില്ല. ബാഫക്ക് തങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയെ വിറപ്പിച്ച അധികാര ഇന്ത്യ മഹാസാമ്രാജ്യം കണ്ട അധികാരത്തിലെ ഏറ്റവും വലിയ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി, സാക്ഷാൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വേള ഈ ഇന്ദിരാഗാന്ധി പെണ്ണല്ല എന്ന് പോലും പാർലമെന്റിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ലോകത്തെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി. മാർഗരറ്റ് താച്ചറും ഇന്ദിരാഗാന്ധിയും ഉരുക്കു വനിതകളായി അറിയപ്പെട്ടിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാർഗരറ്റ് താച്ചറും പുറകോട്ട് പോയി, ഇന്ദിരാഗാന്ധി പുറകോട്ട് പോയില്ല. ഈ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി തങ്ങൾ കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. തങ്ങളെ കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റു. ഇന്ദിരാഗാന്ധി എണീറ്റ് കൈകൂപ്പി നിന്നു, ചർച്ചയൊക്കെ നടത്തി തിരിച്ചു വരുമ്പോൾ ഇന്ദിരാഗാന്ധി കൂടെ വന്നു. തങ്ങളെ കൂടെ വന്നിട്ട് തങ്ങളുടെ കാറിന്റെ ഡോർ തുറന്ന് തങ്ങളെ കയറ്റി കൊടുത്തു, ഡോർ അടച്ചു കൊടുത്തു. ഇന്ത്യ ഭരിക്കുന്ന
ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി, കൊയിലാണ്ടിക്കാരൻ, ABC അക്ഷരമാല ഒരു സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കാത്ത മനുഷ്യന്റെ മുന്നിൽ വന്നിട്ട് പൂച്ചക്കുട്ടിയെ പോലെ വന്നിട്ട് കാറിന്റെ ഡോറ് തുറന്നു കൊടുത്ത് കയറ്റി വാതിലടച്ചു, കൈകൂപ്പി. പോയി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ചോദിച്ചു, അയ്യോ പ്രോട്ടോകോളിന് വളരെ എതിരായി പോയല്ലോ ചെയ്തത്. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ ഞാൻ വിചാരിച്ചതല്ല, അറിയാതായി പോയതാ, ഞാൻ അറിയാതെ ചെയ്തു പോയി, ഞാൻ അറിയാതെ എണീറ്റുപോയി, ഞാൻ അറിയാതെ കൂടെ നടന്നുപോയി, ഞാൻ അറിയാതെ കാറിന്റെ ഡോർ തുറന്നുപോയി, ഞാൻ അറിയാതെ കാറിന്റെ ഡോർ അടച്ചു കൊടുത്തു, എല്ലാം ഞാൻ അറിയാതെയാ, ഞാൻ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞു. അതാണ് ഇന്നലിൽ മുഅ്മിനീന നൂറൻ ഫിൽ ഖൽബ് വളിയാഅൻ ഫിൽ വജ്ഹ് വസഅതൻ ഫിൽ റിസ്ഖ് വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്. കണ്ട ആരും സമ്മതിക്കും, അങ്ങനെയാണ്, അങ്ങനെയുള്ള വേഷമാണ്. ഞാൻ ഈ കൊല്ലം ബാഫക്ക് തങ്ങളെ പഠിച്ചു. അപ്പോൾ ബാഫക്ക് തങ്ങളെ വേഷത്തെ പറ്റി പഠിച്ചു. അപ്പൊ എനിക്ക് തോന്നി, ആ വേഷം ഇടാതെ ഈ തങ്ങളെ പറ്റി പറയാൻ പാടില്ല. ഇങ്ങനെ തോന്നി, ആരോടും നീളംകുപ്പായിടാൻ പറയുന്നു തങ്ങൾ. നീളംകുപ്പായിടും, നീളംകുപ്പായിടുകയല്ല, തൊണ്ടക്ക് കുടുക്കിടണമെന്ന് തങ്ങൾക്ക് വാശിയായിരുന്നു. ഫുൾ ടൈം തൊണ്ടക്ക് കൊടുക്കുമ്പോ ബട്ടൺ ഉണ്ടാകുന്ന ആളുകൾക്ക് വിഷമല്ലേ, തങ്ങൾക്കത് വാശിയായിരുന്നു. തങ്ങൾ കണ്ടവരൊക്കെ ഉപദേശിക്കാറുണ്ടായിരുന്നു, തൊണ്ട മറക്കണം. തൊണ്ട മറച്ച് വസ്ത്രമണിയുന്ന ആളായിരുന്നു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊണ്ട മറച്ച് വസ്ത്രമണിഞ്ഞാൽ രോഗങ്ങൾ കുറയും, തങ്ങളെ കണ്ടെത്തലാണ്. തൊണ്ട മറച്ച് വസ്ത്രമണി, കാരണം തൊണ്ടക്ക് കാറ്റ് വീണാൽ അനവധി രോഗങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ടൈ കെട്ടാൻ തുടങ്ങിയത്, തങ്ങളുടെ ഉപദേശം. നമ്മൾ ടൈ കെട്ടണ്ട, നമുക്ക് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട്, അത് നടപ്പിലാക്കുക. തൊണ്ട മറച്ച് പട്ടണം, ഈ നീളം കുപ്പായം തങ്ങളെ സുന്നത്ത, തങ്ങളെ രീതിയാ. അത് എല്ലാവർക്കും അതാ രൂപത്തിലായിരുന്നു. തങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി ചെന്നാൽ തങ്ങളെ ആദരിക്കാത്ത ഒരാളുണ്ടാവില്ല. ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഇന്ത്യൻ പാർലമെന്റ് അംഗം, പാർലമെന്റ് കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങൾ കൗതുകത്തോടെ ചെന്നു. അപ്പോൾ എന്ത് വേണം, പാർലമെന്റിൽ കയറണമെങ്കിൽ ഏതെങ്കിലും MP-യുടെ പ്രത്യേകമായ അനുമതിയും ടിക്കറ്റും വേണം. അങ്ങനെ ഇസ്മായിൽ സാഹിബ് പാർലമെന്റ് പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സഭ കൂടുന്ന സമയത്ത് തങ്ങളുമായി ചെന്നു. പാർലമെന്റിന്റെ അകത്തേക്ക് കയറാൻ ഇസ്മായിൽ സാഹിബ് തന്നെ ടിക്കറ്റിന് വേണ്ടി ഓടി. ഇസ്മായിൽ സാഹിബ് ബാക്കിൽ ടിക്കറ്റിന് പോയിട്ടുണ്ട് എന്ന വർത്താനം തങ്ങൾ മനസ്സിലാക്കിയില്ല. തങ്ങൾ മുന്നോട്ട് നടന്നു. ഇസ്മായിൽ സാഹിബ് കൂടെ ഉണ്ടാവുമെന്നാണ് തങ്ങൾ വിചാരിച്ച് നടന്നു. ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ എമ്പാടും പോലീസുകാർ, സെക്യൂരിറ്റി. തങ്ങൾ കയറി ചെന്നപ്പോൾ സെക്യൂരിറ്റി മാറിക്കൊടുത്തു. ഏതോ മഹാനായ ഒരു മുസ്ലിം നാട്ടുരാജാവ് എഴുന്നള്ളാണ് എന്ന് തോന്നിപ്പോയി എന്ന് പിന്നീട് സെക്യൂരിറ്റിക്കാർ പറഞ്ഞു. തങ്ങളെ എന്ന് ബാക്കിൽ വിളിക്കുന്നുണ്ടായിരുന്നു ഇസ്മായിൽ സാഹിബ്. തങ്ങളത് കേട്ടില്ല. തങ്ങൾ നേരെ അങ്ങോട്ട് കയറി, സഭന്റെ ഉള്ളിലേക്ക് കയറി. ഒരു ടിക്കറ്റും വേണ്ടിയൊന്നുമില്ല, കാരണം ടിക്കറ്റ് എവിടെ ആ മോത്തേക്ക് നോക്കി ചോദിക്കാൻ കഴിയില്ല. അത് കുപ്പായത്തിന് മാത്രം അങ്ങോട്ട് വിചാരിക്കും വേണ്ട. അത് കുപ്പായം ആർക്കിടാം, കുപ്പായം ആർക്കും ഇടാം. ഇതിനെ കടലിന്റെ അക്കരെ കിടന്നാൽ കള്ളുടിക്കാൻ പോണവരും ഈ കുപ്പായം തന്നെ ഇടുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. വെറും കുപ്പായല്ലത്. ഇന്നലിൽ മുഅ്മിനീന നൂറൻ ഫിൽ ഖൽബ് വളിയാഅൻ ഫിൽ വജ്ഹ് വസഅതൻ ഫിൽ റിസ്ഖ് വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ മുസ്ലിമീൻ എന്നല്ല, വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്. സകല മനുഷ്യരുടെ ഹൃദയങ്ങളിലും അവരെ പറ്റി സ്നേഹം ഉണ്ടാവും. അതിനൊക്കെ കാരണം അവരുടെ ഈമാന്റെ അടിത്തറയാണ്, ആജ്ഞാശക്തിയാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അവരെ മുഖത്ത് നോക്കിയിട്ട് ഇല്ല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. അതിനെല്ലാം അടിസ്ഥാന കാരണം തങ്ങൾക്ക് അള്ളാഹുവിന് വഴിപ്പെടുന്നതിലുള്ള വളരെ കൃത്യമായ ഒരു ശുഷ്കാന്തിയായിരുന്നു. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരും ഒന്ന് വിചാരിക്കരുത്. നമുക്ക് ആദ്യം വേണ്ടത്, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നമ്മുടെ സൊസൈറ്റി നന്നാവണമെങ്കിൽ ആദ്യം മുന്നിൽ നിൽക്കുന്നവർ നന്നാവണം.
എനിക്ക് ചിലപ്പോൾ തോന്നാറുള്ളത് അങ്ങോട്ട് നോക്കി വയലുറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങോട്ട് നോക്കി വയലുറയിലാണ്. കാരണം രാജാക്കന്മാരാണ് ചരിത്രം സൃഷ്ടിക്കുക. രാജാവ് നന്നാവാതെ പ്രജ നന്നാവില്ല. എല്ലാവരും ഇത് ആലോചിക്കണം. മുമ്പൊരിക്കല് PK കുഞ്ഞാൽ സാഹിബ് എന്നോട് ഒരു ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ് അങ്ങനെ ബന്ധപ്പെട്ട് ചോദിച്ചു, എന്തെങ്കിലും വേണമെന്നെങ്കിൽ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുഞ്ഞാൽ സാഹിബിനോട് പറഞ്ഞ്, നമ്മുടെ മുസ്ലിം MLA മാർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ക്ലാസ് സംഘടിപ്പിച്ചെന്നാൽ നന്നാവും എന്ന് പറഞ്ഞു. അതെന്റെ ആഗ്രഹമാണ്. അത് ഞാൻ ഈ കേസറ്റ് കുഞ്ഞാറ്റുകുട്ടി സാഹിബോ അഹമ്മദ് സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ, ബഷീർ സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു അപേക്ഷയാണ്. നമ്മളെ സൊസൈറ്റി നന്നാവണമെങ്കിൽ നമ്മുടെ MLA മാർക്ക് ഒരു ക്ലാസ് വേണം, നിർബന്ധമാണ്. അത് റഹ്മത്തുള്ള ക്ലാസ് എടുത്തോണമെന്നില്ല. നമ്മൾ ആഴ്ചയിൽ അള്ളാന്റെ പരിശുദ്ധ കലാം, അള്ളാഹ് എന്ത് പറഞ്ഞു, മുഹമ്മദ് നബി എന്ത് പറഞ്ഞു, എങ്ങനെയാകണം നമ്മളെ ജീവിതം എന്ന് നമ്മൾ പഠിക്കണം. പഠിക്കാനില്ലാത്തവർ നന്നാവൂല സൊസൈറ്റിയിൽ. പഠിപ്പ് പൂർത്തിയായവർ നന്നാവില്ല. മൻ അലിമ അന്നഹു അലിമ ഫഖദ് ജഹില എന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കെല്ലാം ലഭിച്ചു എന്നൊരാൾ അറിഞ്ഞാൽ അവൻ അറിവില്ലാത്തവനായി മാറുന്നു. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കുന്ന ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ മനുഷ്യന്റെ ദീനാണ്. രീതി, തലയെക്കെട്ട്, തൊപ്പിട്ട് തലയെക്കെട്ട്, പിന്നെ എന്ത്, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഉണ്ടാവും മുസല്ല തോളിലൂടെ. യാത്രയിൽ മുഴുവനും ഒരു മുസല്ല ഉണ്ടാവും. എവിടുന്നും ഒതുവെടുക്കാനുള്ള ഒരു കിണ്ടി ഉണ്ടാവും, എവിടുന്നും. പിന്നെ 3 കഷ്ണം തുണി ഉണ്ടാവും, ഒരു മുസാഫ് ഉണ്ടാവും. ഇതില്ലാത്തൊരു യാത്ര ഉണ്ടാവില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിനെ നിയന്ത്രിച്ച മഹാനായ മനുഷ്യൻ. ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച പ്ലാറ്റ്ഫോമിൽ ഒരു വൃക്ഷം നട്ടുപിടിച്ച് കായ്പിക്കാൻ പോലും പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യന്റെ സ്പേസ് 40 കൊല്ലം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിനെ ആ മനുഷ്യന്റെ രീതിയാണ് പറയുന്നത്. നീളം കുപ്പായം, തൊപ്പിട്ട തലയെക്കെട്ട്, തോളിലൂടെ മുസല്ല. അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തങ്ങൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പത്രക്കാർ പറഞ്ഞ് ഒരു സംഭവം പറയുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ തങ്ങളും കഴുത്തില് തോളില് മുസല്ല, നിസ്കരിക്കാനുള്ള മുസല്ല തോളിൽ മുഴുവനും, കയ്യിൽ ഒതു കൊടുക്കാനുള്ള കിട്ടിയും. ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ പത്രക്കാര് അടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ് അസർ നിസ്കരിക്കട്ടെ. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കൂടി നിന്ന ചന്ദ്രികയുടെയും മറ്റും പ്രവർത്തകന്മാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കളിയാക്കി. ഓഹോ, നിസ്കരിച്ചിട്ട് നിങ്ങളെ തങ്ങൾ കറാമത്ത് കൊണ്ട് തങ്ങളുടെ അത്ഭുതം കൊണ്ട് മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുമായിരിക്കും എന്ന് പറഞ്ഞു. തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി എന്നുകൊണ്ട് പറഞ്ഞു, കേരളം ചരിത്രം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ 3-ാം ദിവസമാണ് അച്യുതമേനോൻ സത്യം പറഞ്ഞത്. തോളിലെപ്പോഴും നിസ്കാരത്തിന് മുസല്ല ഉണ്ടാവും, കയ്യിൽ ഒതു കൊടുക്കാനുള്ളൊരു കിണ്ടി ഉണ്ടാവും. അതില്ലാത്തൊരു സമയം ഉണ്ടാവില്ല. കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചിറക്കുന്നല്ല, അത് തൻ്റെ പരിസരത്തുണ്ടാവും. ഒരു ഫ്ലാസ്ക് ഉണ്ടാവും, കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടാവും. എവിടെയും അന്തിയുറങ്ങാം, എവിടെയും അന്തിയുറങ്ങാം. ഒരു ഫ്ലാസ്ക് ഉണ്ടാവും. ആ ഫ്ലാസ്കിൽ നിന്ന് വെള്ളം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട KK മുഹമ്മദ് സാഹിബാണത്. ബാപ്പയ്ക്ക് തങ്ങളുടെ സന്തത സഹചാരി KK, നമ്മൾ കരുതി കൂട്ടി ക്ഷണിച്ചു വരുത്തിയതാ KK. ഇതിലെ എള്ളോളം പൊള്ളുണ്ടെങ്കിൽ KKക്ക് പറയാം. ബാപ്പയ്ക്ക് തങ്ങളുടെ സന്തത സഹചാരിയായ KK മുഹമ്മദ് സാഹിബാണ് ഇരിക്കുന്നത്. ഇതാണ് അവരുടെ ജീവിതം. ഫ്ലാസ്ക് ഉണ്ടാവും, ബിസ്ക്കറ്റ് ഉണ്ടാവും, എവിടെയും അന്തി തുടങ്ങാം. അള്ളാഹുമായി അകലുന്ന പ്രശ്നമില്ല, നിസ്കാരത്തിന് നേരം വൈകുന്ന വിഷയമല്ല, തഹജ്ജുദ് ഒഴിവാക്കുന്ന രാത്രിയില്ല, തഹജ്ജുദ് ഒഴിവാക്കുന്ന രാത്രിയില്ല. ഞാൻ ചില അനുഭവങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ തിരിച്ചു പോകണം. എന്നിട്ട് നമ്മൾ എവിടുന്നാണ് നമ്മളെ മുൻഗാമികൾ തുടങ്ങിയത്? അവർ ഇലാഹിൽ നിന്നാണ് തുടങ്ങിയത്. ആ ഇലാഹിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. പിന്നെ സംഘടനകൾ വാശി ഉപേക്ഷിക്കണം. നന്മ പ്രവർത്തിക്കുക എന്ന വാശി മാത്രമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്നെപ്പോലത്തെയുള്ള കുട്ടി പ്രവർത്തകന്മാർ ഉപേക്ഷിക്കണം. അത് നിർബന്ധമായി ഉപേക്ഷിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ദാരുണമായ ഒരു ദുരന്തം ഇതാ മലയാളക്കരയിൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. മലയാളക്കരയിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, ചിലപ്പോൾ പ്രവചനശേഷിയുടെ ഒരു ഗതികേടുണ്ടാവും ചില ആളുകൾക്ക്.
അതിന് പ്രവാചകനാവേണ്ടതില്ല. ഞാനൊരു പ്രവചനം പറയാൻ പോവാണ്. മലയാളത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇനി വരാനുള്ള ഏറ്റവും വലിയ ദുരന്തം അപക്വമായ തീരുമാനങ്ങൾ വരും എന്നതാണ്. അതിന് കാരണം വലിയവരെ നിയന്ത്രിക്കുന്ന ചെറിയവർ എല്ലാ രംഗത്തും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് കാരണം. പഴയ കാലം അങ്ങനെയല്ല. വലിയവർ പറയുന്ന തീരുമാനം നടപ്പിലാക്കുന്ന ജോലി മാത്രമായിരുന്നു ചെറിയവർക്കുണ്ടായിരുന്നത് എല്ലായിടത്തും. ഇപ്പോൾ എന്തോ അറിയില്ല, എല്ലാ രംഗത്തും ഇതെന്റെ ഒരു വേദനയാണ്, ഒരു ദേഷ്യമല്ല. ഇത് ഞാൻ ഒരാളെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു വാക്കല്ലേ അല്ല. ഈ പാവത്തിന് ഞങ്ങൾ വെറുതെ വിടണം. ഞാൻ എവിടെയും ഇത് കാണുകയാണ്. മലയാളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ദുരന്തം എഴുതിച്ചു. അപക്വമായ തീരുമാനങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ഇല്ലെങ്കിൽ ചരിത്രത്തെ നേർവരയിലേക്ക് തിരിച്ചുവിടേണ്ടി വരും. എവിടുന്നാണ് ഈ വിശാലത നഷ്ടപ്പെട്ടു പോയത്? ഏത് സൊസൈറ്റിയിലും ചെറുബാല്യക്കാർ തീവ്രവാദികളായിരിക്കും. അതേത് സൊസൈറ്റിയിലും കൾച്ചറാണ്. അവരെ പിന്നെ അതൊരാശയം നന്നായതുകൊണ്ട് കാര്യമല്ല. ആ ആശയം തന്നെ അപക്വമായ നിലയിൽ അവതരിപ്പിച്ചാൽ അത് അദാബായി മാറും. ഉദാഹരണം, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഇത് കാറ്റാണ്. ഇത് അല്പാൽപ്പം മിന്നിയാൽ അടിച്ചാൽ അത് റഹ്മത്താണ്. അതിനോ കുറച്ചത് കട്ടി കൂടിയാൽ ഇത് അദാബാണ്. വെള്ളം നല്ലതാണ്, ഉറവ നല്ലതാണ്. പക്ഷെ അതിന് പരിധി വിട്ടപ്പോഴാണ് 700 ഏക്കർ ഒലിച്ചോയിനാ മൊയ്മുട്ടിയാക്കാറുണ്ട്. അല്ലേ? പറ. വളരെ നമ്മൾ ചിന്തിക്കണം. അപക്വമായ തീരുമാനങ്ങളുടെ വർഷങ്ങളായിരിക്കും ഇനി മുസ്ലിം കേരളത്തിന് വരാനുള്ളത്. ഇല്ലെങ്കിൽ പക്വമതികളായ നേതൃത്വത്തിന്റെ മുന്നിൽ അടങ്ങാൻ ചെറുബാല്യക്കാരായ എന്നെ പോലെയുള്ളവർ തയ്യാറാകണം. ഇത് നടന്നേ പറ്റൂ. അതിന് നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഇത് നിർബന്ധമാണ്. ഞാൻ നിങ്ങളോട് എഡിറ്റ് ചെയ്യാതെ ഉമ്മത്തിന് നൽകണം എന്ന് പറയാനുള്ള കാരണം, ഇതിന് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു മഹലിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ ബാധ്യസ്ഥനാണ്. ആ മഹലിൽ ബോധമുള്ള മനുഷ്യന്മാരുണ്ടാവും. അവർ ബാപ്പക്കത്തങ്ങളോടും പൂക്കോയത്തങ്ങളോടും ശംസുലമയും കണ്ടു പഠിച്ചോലായിരിക്കും. ഒരു 10-40 കൊല്ലം ഒരു മഹലിൽ ഉസ്താദായി നിന്ന ഒരു വലിയ മനുഷ്യൻ 40 കൊല്ലം ആ മഹലിൽ ജോലി ചെയ്തിട്ട് പല ആശയക്കാരും അവിടെ ഉണ്ടാവും, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ മനുഷ്യൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം ഇന്നപ്പോഴത്തെ ഒരു പുത്തൻ കുറ്റുകാരൻ അവിടെ ഖത്തീബാവും. അന്ന് 4 പള്ളി ഉണ്ടാവും. അക്കൊല്ലം പുതിയ പള്ളിക്ക് തറക്കല്ലിടും. അതിന് കാരണം എന്താ? സമൂഹത്തിന്റെ നായകത്വം പക്വമതികളെ കയ്യിലാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആ പക്വത നഷ്ടപ്പെട്ടാൽ ഉമ്മത്ത് തകർന്നു പോകും. കാരണം പക്വമതികളായ ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളും അള്ളാഹുവിന്റെ വെളിച്ചവും കാരണം ഇലാഹിനോട് ബന്ധമുണ്ടായി. നന്നാവല്ലേ വേണ്ടത്? പറയും, നന്നാവല്ലേ വേണ്ടത്? നന്നാവാണ് വേണ്ടെങ്കിൽ ബാഫക്കയിലേക്കും പൂക്കോയിലേക്കും ഒക്കെ നമ്മൾ വാങ്ങിപ്പോണം. അത് നന്നാവില്ല. അതാണ് നമ്മളെ നേർരേഖ. അല്ലാതെ എന്താ അതിനർത്ഥമുള്ളത്? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് ഇതൊക്കെ EMS അടക്കം പുറത്ത് കാത്തുനിന്ന തീരുമാനത്തിന് വേണ്ടി EMSഉം തങ്ങളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ EMSോട് കൂടെ ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ തങ്ങൾ ഒത്താശ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തീരുമാനമെടുക്കുമ്പോൾ EMSനോട് പറയും, ഒന്ന് നിൽക്കി. അകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാത്ത ഒരു യോഗത്തിന്റെ തീരുമാനത്തിനും തങ്ങൾ കൂട്ടുന്നിട്ടില്ല. അത് EMSന്റെ കൂടി തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒന്ന് നിൽക്കുന്ന പറയും. ഈ പാണ്ഡികശാലയിൽ EMS വന്നിട്ടുണ്ട്. ഗൗരവമായ കേരളത്തിലെ പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഈ വല്യങ്ങാടിയിലെ പാണ്ഡികശാലയിൽ EMS വന്നിരുന്നു. ചടുലമായ ചർച്ചകൾക്ക് ശേഷം EMSന് അടക്കമുള്ള കേരളത്തിലെ അധികായന്മാരായ നിരീശ്വരവാദികളെ ഇരുത്തിയിട്ട് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തങ്ങൾ പറയും, 1-2 മിനിറ്റിനിരിക്കും, ഞാൻ ഇപ്പോൾ വരാം. അകത്തൊരു മുറി ഉണ്ടായിരുന്നു. അകത്തെ മുറി പോയിട്ട് വെള്ളം എടുത്തിട്ട്, അള്ളാഹുവേ, ഞാൻ നിരീശ്വരവാദിയോട് കൂടിയിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് വേണ്ടി അത് ഭംഗിയാക്കി നടപ്പിലാക്കി തരണേ, നിന്റെ ദീനിന് വേണ്ടി ആക്കി തരണേ എന്ന് അകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ടല്ലാത്ത ഒരു തീരുമാനം തങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട് അടക്കാക്കുണ്ടിലെ ബാപ്പു ഹാജി എന്നൊരാൾ, വലിയ സുന്നി പ്രവർത്തകനും വലിയ ലീഗിന്റെ നേതാവുമായിരുന്നു. ആണ്. അള്ളാഹുള്ള വയസ്സന്മാർ, അവർക്കൊക്കെ അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. എപ്പോഴും എന്നെ കണ്ടാൽ ബാഫക്ക് തങ്ങളെ പറ്റി പറയാൻ വേണ്ടി പറയും, കുട്ടിയെ, ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസിൽ വിളിക്കും തങ്ങളുടെ പാണ്ഡികശാലയിലേക്ക്. എന്നിട്ട് രാത്രിയാ തങ്ങളെ വക എല്ലാവർക്കും ഭക്ഷണം, നെയ്ച്ചോറും കോഴിയിറച്ചിയും ഒക്കെ തങ്ങളെ വക. എന്നിട്ട് നേരം വെളുക്കുന്നവരെ, തഹജ്ജുദിന്റെ നേരമാകുന്നവരെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരം പാതിരാൻ കഴിയുന്നവരെ ചർച്ച ചെയ്തതിനു ശേഷം എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ട്
തങ്ങൾ പറയും എല്ലാവരും ഇരുത്തോളൂ, ഞങ്ങളൊന്ന് അകത്തേക്ക് പോട്ടെ. അകത്തേക്ക് കയറിപ്പോകും. ബാഫക്ക് തങ്ങൾ, പൂക്കോയ തങ്ങൾ, MK ഹാജിയെ പോലത്തെ ഒരു 3-4 ആൾ അകത്തേക്ക് പോകും, നിസ്കരിക്കും, പുറത്തു വരും. ഇന്നെന്താ തീരുമാനം പറയാം? ശർവണ നടത്തുന്ന നേതാക്കന്മാർ. പക്ഷെ തീരുമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പറയും. ആ കാലഘട്ടത്തിൽ 948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം കൊണ്ടിട്ട് 1973 സയ്യിദ് റഹ്മാൻ ബാഫഖി മക്കയിൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നേതാക്കൾ, അതിന്റെ സുപ്രീം പ്രസിഡിയം, അതിന്റെ ഉന്നതാധികാര നേതൃത്വം അള്ളാഹുവിനോട് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കാതെ ഒരു യോഗത്തിന്റെ തീരുമാനം പുറത്തിറക്കിച്ചിട്ടില്ല. ഇത് ഇന്നത്തെ നേതാക്കൾ നടപ്പിലാക്കിയാലേ അതിൽ ഇലാഹിന്റെ യതുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ഒരു കൊച്ചനുജന് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു സന്ദേശം. പടച്ചു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഭൂമി എല്ലാവരെ പോലെയുമുള്ള ഭൂമിയല്ല. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. നമ്മൾ മാനവ ജനകോടികൾക്കുള്ള സാക്ഷിയാണ്. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ ധർമ്മം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടെ ഉണ്ടായാലേ ഇവിടെ നീതി ഉണ്ടാവുള്ളൂ. നമ്മൾ അള്ളാഹുവിന്റെ ഇലാഹിന്റെ പൊരുത്താണ്. ഷുക്കൂർ എന്നൊരു കുട്ടി വധശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് ഉറപ്പായപ്പോൾ ഒരു വീട്ടിൽ അഭയം തേടി 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരത്തിന്റെ ബറക്കത്തും കറാമത്തുമാണ് ഇപ്പോൾ കാണുന്നതൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതികായനായ സെക്രട്ടറി പോലും പറയേണ്ടി വന്നു, വിഭജനാനന്തര ഇന്ത്യയിൽ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടം ഈ 3 മാസമാണ്. അത് അബ്ദുൽ ഷുക്കൂർ എന്ന കുട്ടിയുടെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ ബറക്കത്താണ്. ഇത് ഷുക്കൂറിന് മാത്രം ബാധകമല്ല, ഇത് കുഞ്ഞാപ്പാക്ക് ബാധകമാണ്, എനിക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഈ അടിത്തറയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. ഒന്നുമില്ല. ഞാൻ എൻ്റെ മഹാനായ നേതാവ് ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വപ്നങ്ങളില്ലാത്ത മൂല്യരാണ് ഞാൻ. സ്വപ്നം തന്നെയല്ല, ഒരു സ്വപ്നമില്ല, ഒന്നുമില്ല. ഒരു സ്വപ്നമേ ഉള്ളൂ, ഇത് പറഞ്ഞ് മരിച്ചു പോകാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പറയാണ്, ബാഫഖയിലേക്ക് മടങ്ങാതെ നമ്മൾ EMSന്റെ പ്രസ്ഥാനമല്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസ്ഥാനമല്ല. നമ്മൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വകദാലിക അല്ലാഹുവിന്റെ കലാം വിശദീകരിച്ചിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. അതിന് തയ്യാറാകാത്ത കാലത്തോളം നമ്മുടെ തീരുമാനത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഹദ്ദാദ് ഒരു ദിവസം മുടക്കൂല, ഒരു ദിവസം ഹദ്ദാദ് മുടക്കൂല. ഇനി ഉസ്താദ്മാരല്ലാത്തവര് ഒരു ദിവസവും ഹദ്ദാദ് മുടക്കുന്ന പ്രശ്നമില്ല. ഈ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഏതോ ചെമ്പോട്ടിയുടേതല്ല. അത് അദ്കാറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചെന്ന ശർഈയായ ദിക്റാണ്. ആ ദിക്ർ കൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില അദ്കാറുകൾ ഹബീബായ റസൂൽ പറഞ്ഞതിന് എന്തിനാണ്? അത് വ്യക്തിക്കും സമൂഹത്തിനും. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, 2 പ്ലേറ്റിലാണ് ഭാഷ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. എന്താ അങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ, എന്തിനാ അങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ സ്വയം ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം ഉണ്ടായാൽ വ്യക്തിക്ക് ആപത്തുണ്ടാവില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. ഇനി വനസ്തഗ്ഫിറുല്ലാഹ്, ഇത് സമൂഹത്തിന് ശുദ്ധീകരണമാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റരുതേ, അപ്പോൾ സമൂഹത്തിന് ഹലാക്കുണ്ടാവില്ല. ഇതാണ് ഹദ്ദാദ്. മഹ്ശറിൽ പോലും ഞങ്ങൾ കുടുങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ദുനിയാവിൽ അക്സിറു യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പുണ്യ റസൂൽ. ഞാൻ വിശദീകരിക്കണില്ല. MK ഹാജി തങ്ങളെ തേടി വരുന്ന സംഭവം, MK ഹാജി തങ്ങളെ തേടിയിട്ട് കൊയിലാണ്ടി വന്നിരുന്ന സംഭവം തങ്ങളുടെ സ്വന്തം മകൻ ബാഫഖി എന്നോട് പറഞ്ഞു. മഗ്‌രിബിനാണ് വന്നതെങ്കിൽ സംസാരിച്ചങ്ങനെ നീട്ടിയിട്ട് മഗ്‌രിബോടായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. മഗ്‌രിബാകുമ്പോൾ നേരെ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ പോയി പിന്നെ തങ്ങളെ കിട്ടൂല. പിന്നെ തങ്ങൾ ദിക്റിലും ഔറാദിലേക്ക് കഴിഞ്ഞോളും. പിന്നെ ഇശാക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ കൊയിലാണ്ടി പള്ളിയിൽ തങ്ങളുടെ ജമാഅത്തിൽ, എൻ്റെ മഹല്ല് ജമാഅത്തിന്റെ പള്ളിയിൽ ഹദ്ദാദ് നടക്കും. ഹദ്ദാദ് ചെല്ലും. കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദിന്റെ ശില്പിയായ MK ഹാജി
MK ഹാജി ഹദ്ദാദ് ചെല്ലും. ബാപ്പക്ക് തങ്ങളെ കൂടെ ഇരുന്നത്. എന്നിട്ട് പുരയെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞേക്കും. ഒരു പ്രശ്നമില്ല. ബാപ്പക്ക് തങ്ങളെ ഹദ്ദാദ് ആടല്ലാന്ന് MK ഹാജിക്ക് അറിയാം. ഇതാർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കല്ല, ഇത് അള്ളാനോട് പറയാന്നറിയാം. MK ഹാജി ബാപ്പക്ക് തങ്ങളെ തറവാട്ട് പള്ളിയിൽ ഹദ്ദാദ് ചൊല്ലിയ അനവധി സംഭവം ഞാൻ എന്റെ കണ്ണോട് കണ്ടിട്ടുണ്ട്. ബാപ്പക്ക് തങ്ങളുടെ സ്വന്തം മകൻ ഹംസ ബാപ്പക്ക് റമളാന്റെ നോമ്പ് നോട്ട് എന്നോട് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. എവിടുന്ന് ഇതൊക്കെ നമുക്ക് വന്നുകൂടി? എന്ത് ഇതൊക്കെ ഇത്ര നമ്മൾ അകന്നുപോയത്? തിരിച്ചു ഞാൻ പറയാം, നിങ്ങൾ വല്ലാതെ സുഖിക്കണ്ട. കുറച്ചപ്പുറത്തേക്ക് ഞാൻ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. സുഖിച്ചു വല്ലാതെ സുഖിക്കണ്ട. ഇപ്പൊ എല്ലാവർക്കും നല്ല സുഖമാണ്. ഇനി കുറച്ച് ഞാൻ തിരിച്ച് പുറത്തേക്ക് പറയാൻ പോകുന്നുണ്ട്. കാത്തിരുന്നോളെ. ഒരു ലേശം നമ്മളുടെ ഈ ജാതി കാര്യങ്ങളിലൊക്കെ നന്മകളിൽ സഹകരിക്കുന്ന ഒരു ബോധം ഇത് നമ്മളെ നേതൃത്വം കാണിച്ചു തന്നിട്ടുണ്ട്. ബാപ്പക്ക് തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഹദ്ദാദ് ചെല്ലുന്നതിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട MK ഹാജി തിരിച്ചു. അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നിസ്കാരത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് വന്നത്. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് സാഹിബിന്റെ ഒരു ലേഖനം ഞാനിവിടെ വായിക്കാം. തങ്ങളോടുകൂടി ഇന്നലെ രാത്രി എന്നോട് കേക്കയും പറഞ്ഞു. അത് കേക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. തങ്ങളുടെ തഹജ്ജുദ് നിസ്കാരത്തെ പറ്റി ഇവിടെ ഇരിക്കുന്ന കേക്ക് എന്നോട് പറഞ്ഞു. ലോഡ്ജിൽ മുറിയെടുത്താല് രാത്രിയായാല് എല്ലാവരും ഉറങ്ങിയാൽ പിന്നെ ആരെങ്കിലും പെരുമാറ്റം കേട്ട് തിരിച്ചു നോക്കുമ്പോൾ തങ്ങള് നിസ്കരിക്കും. ലീഗിന്റെ യോഗം കഴിഞ്ഞ് 3 മണിക്ക് വന്നിട്ട് എല്ലാവരും കിടക്കും. പിന്നെ ഒരു 3:30 മണിക്ക് എല്ലാവരും ആരെങ്കിലും കണ്ണൂർ നോക്കിയാൽ തങ്ങൾ നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹി വരെ ഖുർആനോടും. എന്നിട്ട് സുബഹി ജമാഅത്തായി നിസ്കരിക്കും. സുബഹിന്റെ ബാങ്ക് കൊടുത്താൽ എല്ലാവരും വിളിക്കും. വിളിച്ചവർക്ക് സുബഹി നിസ്കരിച്ച പാരിതോഷികം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാസ്കും ബിസ്ക്കറ്റും. മനസ്സിലായില്ല? ജമാഅത്തിൽ പങ്കെടുത്തവർക്കുള്ള പാരിതോഷികമാണ് എന്ത്? രാത്രി തന്നെ എവിടുന്നെങ്കിലും ചൂടുവെള്ളം കരുതിയിട്ടുണ്ടോ? തങ്ങളെ കൂടെ ലോഡ്ജിൽ കൂടേണ്ടി വന്നാൽ ആ ലോഡ്ജിൽ തങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിച്ചു കൊടുക്കുന്ന ആളുകൾക്കുള്ള പാരിതോഷികമാണ് എന്ത്? ഈ ഫ്ലാസ്കിലെ വെള്ളം. ആ മനുഷ്യനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശില്പി. ആ മനുഷ്യനാണ് സമസ്തയെ ജനകീയമാക്കിയ ഏറ്റവും മഹാനായ നേതാവ്. അതാണ് നമ്മുടെ നേതൃത്വം. തഹജ്ജുദ് നിസ്കരിക്കാത്തൊരു സംഭവം ഉണ്ടാവില്ല. ഞാനിത് ചില സംഭവങ്ങൾ 1-2 സംഭവങ്ങൾ പറയാം. അലിക്കുഞ്ഞ് സാഹിബ് തന്റെ അനുസ്മരണത്തിന്റെ ഒരു സംഭവം പറയാം. തിരുവനന്തപുരത്ത് MLA ക്വാർട്ടേഴ്സിൽ 20-ാം നമ്പർ മുറിയിൽ ഒരു ദിവസം ഞാനും തങ്ങളും കൂടി താമസിക്കുകയായിരുന്നു. അദ്ദേഹവുമായി ഇണങ്ങിച്ചേർന്ന ഇറക്കപ്പനി, സാധാരണ വല്ലാതെ പനി ഉണ്ടാവും തങ്ങൾക്ക്. ഭയങ്കര ലാസ്റ്റൊക്കെ വല്ലാതെ പനിയുടെ രോഗം വന്നിട്ടുണ്ട്. പനി. അന്ന് രാത്രി അദ്ദേഹത്തെ പിടികൂടി വിറച്ച് പനിച്ചു തങ്ങൾക്ക്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. സുന്നത്തും പതിവ് പോലുള്ള ഹദ്ദാദും കഴിച്ചു. MLA ക്വാർട്ടേഴ്സിലെ 20-ാം നമ്പർ മുറി. അദ്ദേഹം വിശ്രമിച്ചു. അതിനിടയ്ക്ക് കാലിന് അസഹ്യമായ വേദനയും തുടങ്ങി. ചില സന്ദർശകർ വന്നു. അദ്ദേഹത്തിന്റെ വിഷമം കണ്ട് തിരിച്ചുപോയി. ഇശാ നിസ്കാരത്തിന്റെ സമയമായി. കൃത്യമായി ഇശയും നിസ്കരിച്ചു ജമാഅത്തിൽ. ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിച്ചു. അദ്ദേഹം കാലിന്റെ വേദന സഹിച്ചും കൊണ്ട് നരങ്ങിയും ഉരുണ്ടും ഉറങ്ങി. അടുത്ത കട്ടിലിൽ ഞാനും ഉറങ്ങി. അലിക്കുഞ്ഞ് സാഹിബ് പറയാം, വലിയ വേദന, പനി. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഉളുവെടുത്തു വന്ന് തന്റെ മുസല്ല ഖിബിലക്ക് നേരെ ഇടുന്നതാണ് കണ്ടത്. സുബഹി യായിരിക്കുമെന്ന് കരുതി ഞാൻ വേഗം ഉളുവെടുത്തു വന്നു. അലിക്കുഞ്ഞ് സാഹിബ് പറയാം. അപ്പോൾ അദ്ദേഹം നമസ്കാരത്തിലാണ്. അത് കഴിഞ്ഞ ശേഷം സുബഹി നിസ്കാരത്തിന് അദ്ദേഹത്തെ തുടരാമെന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിലയുറപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ 2 റക്അത്ത് കഴിഞ്ഞു. തിരിഞ്ഞു നോക്കി. നിങ്ങൾ എന്താണ് നിസ്കരിക്കാൻ പോകുന്നത് എന്ന് എന്നോട് ചോദിച്ചു. സുബഹി, ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് തിരിച്ച് മണി 3 ആയിട്ടുള്ളൂ, സുബഹി ആയിട്ടില്ല, സുബഹിക്ക് ഞാൻ വിളിക്കാം. കലശലായി പനിയ, കാല് മുഴുവൻ നീര് കെട്ടി വീർത്തതാ. തഹജ്ജുദ്. അദ്ദേഹം വീണ്ടും നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിക്കുമ്പോൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ അദ്ദേഹം വളരെ പാടുപെടുന്നത് ഞാൻ കട്ടിലിൽ കിടന്ന് കണ്ടു. വലം തുസുന്നതമൻ അഹിയൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ അനിസ്തഖത് ഖദമാഹു മിൻ ബറമി. മുസ്തഫ നബിയോട് സ്വന്തം കാലും അന്യായം പറഞ്ഞു, നബിയെ
ഇനി എന്നെ കൊണ്ട് നിസ്കരിപ്പിക്കരുത്, എനിക്ക് വയ്യട്ടാ. ആര് പറഞ്ഞിരുന്നു? എന്നിട്ട് നിസ്കരിച്ചു. കാലിന് എണീക്കാൻ കഴിയാത്ത നേരത്ത് നിസ്കരിക്കണണ്ടപ്പോ ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇതെന്തിനാണ്? അപ്പോൾ ചോദിച്ചു, അഫലാ തുഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹ്ക്ക് ഏറ്റവും നന്ദിയായ ചെയ്യുന്ന ആളാകാൻ, നിന്റെ പുതിയ അപ്പള അള്ളാഹ്ക്ക് ഏറ്റവും നന്ദി ചെയ്ത ആളാവണമെന്ന് നിനക്ക് പൂതിയില്ലേ ആയിഷ എന്ന് തിരിച്ചു വെച്ചു. ഞാൻ അതിനു വേണ്ടിയാണ് നീരുകെട്ടി വീർത്ത കാലുകൊണ്ട് കഷ്ടപ്പെടുന്നത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ അതിൻ്റെ നേരെ ഫോട്ടോസ്റ്റാറ്റ്. അതാണ് വാഫക്ക്. നേരം വെളുക്കുന്നവരെ കലശലായി പറിച്ചു മറിച്ച് പരിക്ക്, കാല് നീര് കെട്ടി വീർത്തിരിക്കുക. അലിക്കുഞ്ഞ് സാഹിബ് കട്ടിൽ കിടന്നിട്ട് പറയാ, ഞാൻ നോക്കി തങ്ങൾക്ക് എണീക്കാൻ വയ്യ, എന്നാണ് നിസ്കരിക്കുക. നിസ്കരിച്ചു. അദ്ദേഹം വല്ലാതെ പാടുപെടുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞു, വീണ്ടും കിടന്നു. കാലിന്റെ വേദന എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ തന്നെയുണ്ട് എന്ന് മറുപടി പറഞ്ഞു. കാൽ നീട്ടി നോക്കിയപ്പോൾ കുറെ നീര് വന്നിരിക്കുന്നു, വണ്ണവും കൂടിയിരിക്കുന്നു. അതൊന്നും പതിവുള്ള ഇബാദത്തിന് തടസ്സമാവരുത് എന്നാണ് എനിക്ക് ലഭിച്ച ഉത്തരം. തങ്ങൾ വീണ്ടും കിടന്നു. 5 മണി അടിക്കുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ഒതുവെടുത്ത് വന്ന് സുന്നത്ത് നമസ്കാരത്തിലായിരുന്നു. ഞാനും ഒതുവെടുത്ത് വന്നു. അപ്പോഴേക്ക് സുബഹി നമസ്കാരം അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തെ ഇമാമാക്കിക്കൊണ്ട് ഞാനും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ അതേ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് ചൂണ്ടിക്കാണിച്ചു. ഞാൻ അത് എടുത്തു കൊടുത്തു. അതിൽ നിന്ന് നെസ്കഫയുടെ ടെന്നും ഹോർലിക്സിന്റെ കുപ്പിയും എടുത്തു. അടുത്ത് വെച്ചിരുന്ന ഫ്ലാസ്ക് എടുത്തു. അതിന് ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അതെടുത്ത് ഹോർലിക്സും നെസ്കഫയും മിക്സ് ചെയ്ത് കാപ്പി ഉണ്ടാക്കി 2 ഗ്ലാസ്സിലാക്കി. ബാഗിൽ നിന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് 4 എണ്ണം എടുത്തു. 2 എണ്ണം അദ്ദേഹം എടുത്തു, 2 എണ്ണം എനിക്കും നൽകി. തിന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തങ്ങളുടെ കാലിന്മേൽ നോക്കി. അപ്പോൾ തങ്ങൾ നോക്കാനൊന്നുമില്ല, അത് വീങ്ങുകയും ചുരുങ്ങുകയും ചെയ്യും എന്നോട് പുഞ്ചിരിയോടുകൂടെ മറുപടി പറഞ്ഞു. ആ സന്ദർഭത്തിൽ എന്റെ സ്മൃതിപഥത്തിലൂടെ പറഞ്ഞു പോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ രാത്രിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനും ബാധകമാണ്. അപ്പോൾ മാത്രമേ നമ്മൾ മുതലാവുള്ളൂ. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എന്റെ രോമം പൊട്ടിക്കാൻ ആർക്കും കഴിയില്ല. എനിക്ക് നിങ്ങൾ ഇന്നൊരു ഉപയോഗത്തിന്റെ ആവശ്യമില്ല, ഒരു ഉപകാരവും ആരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കണമില്ല. ഇതിലേക്ക് മടങ്ങിപ്പോകാതെ യുമത്തുണ്ടാവില്ല. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഏതൊന്നിൽ നിന്ന് ആദ്യ കാലഘട്ടക്കാർ തുടങ്ങിയോ അതിലേക്ക് മടങ്ങിപ്പോകാതെ ഒരു ഉമ്മത്തും നന്നാവില്ല. മുഹമ്മദ് പുണ്യ റസൂൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാവർക്കും ബാധകമാണ്. ഞാൻ അല്ല എന്നും ആണെന്നും പറയല്ല, ബാധകമാണ് എന്ന് പറയാം. അവരങ്ങനെയാണെന്നോ അവരങ്ങനെ അല്ല എന്നോ ഞാൻ പറയല്ല, അത് അവർക്ക് ബാധകമാണ്. അതിലേക്ക് മടങ്ങിപ്പോകാൻ നന്നാവില്ല. എല്ലാവർക്കും ബാധകമാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പോലെ ഓക്കാനിക്കാൻ മെനക്കെട്ടാൽ, കൊടിയും തണ്ടും കൊണ്ട് മാത്രം നമ്മൾ വിപ്ലവം നടത്താൻ തുടങ്ങിയാൽ അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം മാത്രമേ ആയിരിക്കൂ. കമ്മ്യൂണിസ്റ്റുകാരെ ഇബ്ലീസ് സഹായിക്കും, നമ്മളെ ഇബ്ലീസ് സഹായിക്കൂല. കാരണം കമ്മ്യൂണിസം ജയിക്കണമെന്ന് ഇബ്ലീസിന് വലിയ താല്പര്യമാണ്. കമ്മ്യൂണിസം ഇബ്ലീസിന്റെ പ്രസ്ഥാനമാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുമെന്ന് ഇബ്ലീസ് പ്രതിജ്ഞ ചെയ്തതാണ്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയാണ് 1848 ലണ്ടൻ ലൈബ്രറിയിൽ നിന്ന് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ദാസ് ക്യാപിറ്റൽ എഴുതിണ്ടാക്കിയത്. ലക്ഷ്യം ഇബ്ലീസിൻ്റെതാണ്. അതിന്റെ 2ാമത്തെ ഉൽപ്പന്നമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ പിന്നീട് ചാൾസ് ഡാർവിൻ ലോകത്തിന് നൽകിയത്. ഒരു 10 കൊല്ലം പോലും കഴിഞ്ഞില്ല കമ്മ്യൂണിസം ഉണ്ടാക്കിയ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഡാർവിനിസം പുറത്തു വന്നു. പിന്നീട് ഉണ്ടാക്കിയ നിരീക്ഷണ പ്രസ്ഥാനങ്ങളുടെ മുഴുവനും ഈറ്റില്ലവും പോറ്റില്ലവും കമ്മ്യൂണിസമായിരുന്നു. അത് സിറാത്തുൽ മുസ്തഖീമിന് അവരുടെ വിപ്ലവം കൊടിയുടെയും തണ്ടിന്റെയും വിപ്ലവമാണ്. കഠാരയുടെയും തോക്കിൻ കൊടലിന്റെയും വിപ്ലവമാണ്. ഈ വിപ്ലവം കണ്ട് മുസ്ലിം ഉമ്മത്തിന് ജയിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ ഇലാഹിയായ ഖുദ്റത്തിന്റെ താല്പര്യം മാത്രമല്ലാതെ അതിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. ഞാൻ മമ്പാട് തങ്ങൾ പറയുന്ന ഒരു സംഭവം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ കൂട്ടിയിട്ട് നിങ്ങളോട് പറയാം. ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങളുടെ ഒരു സംഭവം, എഴുത്തുകാരനായ മമ്പാട് KPK തങ്ങൾക്കുമുണ്ട് ഇത്തരം അനുഭവം. വെള്ളുവ നാട്ടിലെ ഒരു തിരഞ്ഞെടുപ്പ് പര്യടനം കഴിഞ്ഞ് ബാഫഖ് തങ്ങളും സംഘവും രാത്രി 1 മണിക്ക് ഒറ്റപ്പാലം TBയിലെത്തി. 3 മണിക്കാണ് ഉറങ്ങാൻ കിടന്നത്. അല്പം ഉറങ്ങിയ ശേഷം
KPK തങ്ങൾ ഒരു കൽപ്പരിമാറ്റം കേട്ട് ഞെട്ടിയുണർന്ന് നോക്കിയപ്പോൾ ഒരു റാന്തലും പിടിച്ച് തങ്ങൾ ഉതുവെടുക്കാൻ പോകുന്ന ബാഫക്ക് തങ്ങളെയാണ് കണ്ടത്. എന്നിട്ട് അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചു. പിന്നെ കുറെ ദിക്റുകളും ഔറാദുകളും തങ്ങൾ പറയുന്നു തോർത്തുകൊണ്ട് ആരോ തട്ടി വിളിച്ചാണ് ഞാൻ പിന്നീട് ഉണർന്നു. കണ്ണു മിഴിച്ചു നോക്കിയപ്പോൾ ശരറാന്തൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ബാഫക്ക് തങ്ങൾ സുബഹി നമസ്കാരത്തിന് വിളിച്ചു നിർത്തുകയാണ്. ഉറക്കം ഘനീഭവിച്ചു നിൽക്കുന്ന കൺപോളകൾ തിരുമ്മിക്കൊണ്ട് മനമില്ല മനസ്സോടെ ഞങ്ങളും കൽപ്പനയ്ക്ക് വിധേയരായി. നമ്മൾ വിചാരിക്കും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നടന്ന 3 മണിക്ക് വന്ന് കടന്നതാണല്ലോ, അതുകൊണ്ട് തൽക്കാലം സുബഹി ഇല്ലെങ്കിലും നമുക്ക് വേഗം പറയാവുന്നൊരു വാക്കുണ്ട്, അള്ളാഹു ഗഫൂർ റഹീം അല്ലേ. എന്നാൽ ഈ വിഷയത്തിലൊന്നും ആ ചിന്ത ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇതാണ് ബാഫക്ക് തങ്ങളുടെ നിസ്കാരം അതിപ്രസിദ്ധവും അതിപ്രശസ്തവുമായിരുന്നു. ഓരോരുത്തരും തങ്ങളോട് ബന്ധപ്പെട്ട അനവധി ആളുകൾ ഇത്തരം സംഭവങ്ങൾ ഇവിടെ അനുസ്മരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോൾ ബോംബെയിൽ മലയാളികളും അല്ലാത്തവരും ചേർന്ന് വലിയ ഒരു റാലി നടത്തിയിട്ട് തങ്ങളെ ആനയിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട മഹാനായ ഗുലാം മുഹമ്മദ് ബനാത്തുവാലയുടെ സ്വന്തം നാട്ടിൽ അങ്ങനെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ആനയിച്ച് കൊണ്ടുപോവുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങളെ. മഗ്‌രിബിന്റെ നേരമായി ആനയിക്കപ്പെട്ട് മുന്നിൽ നടക്കുകയാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. ജാഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാങ്ക് കൊടുത്തു. അപ്പോൾ ആനയിച്ച് കൊണ്ടുവന്ന ആളെ കാണാനില്ല. ആള് ആദ്യം പള്ളിയെ അത് മനസ്സിലാവുന്നില്ലേ? ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ? വളരെ നമ്മൾ ചിന്തിക്കണം. ശരിക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണ് തങ്ങളെ, ആനയിച്ചു കൊണ്ടുപോകുന്ന തങ്ങള് അവർ വലിയ ജാഥയായി കൊണ്ടുപോവുകയാണ്. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആനയിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു. പിന്നെ ആനയിക്കപ്പെടുന്ന ആളെ കാണാനില്ല, അതേ തങ്ങളില്ല. പിന്നെ നോക്കുമ്പോ ആളെ കാണാല്ല. ബോംബെക്കാരല്ലേ, ബോംബെക്കാർ പല ആളുകളും, നോർത്ത് ഇന്ത്യക്കാരെ എനിക്കറിയാം, പല ആളുകളെയും രീതി 2 നിസ്കാരത്തിൽ കൃത്യമായി പങ്കെടുക്കും. ഒന്ന് ചെറിയൊരുനാളും ഒന്ന് വലിയൊരുനാളും, അതാകട്ടെ സുന്നത്താണേനും. പിന്നെ എല്ലാവരും തങ്ങൾ കയറിയപ്പോ എല്ലാവരും കയറാൻ നിർബന്ധിതരായി. കഴിഞ്ഞിറങ്ങി വന്നപ്പോ തങ്ങളോട് പത്രക്കാർ ആളുകൾ ചോദിച്ചു, തങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, മതിയായിരുന്നു, ഞാൻ മുസാഫിറാണ്, എനിക്ക് ജമ്മും കസറുണ്ട്. പക്ഷെ എന്റെ ഒപ്പം നടക്കുന്നവർക്ക് ജമ്മും കസറും ഇല്ല. അവരെ നിസ്കാരം കളിയാക്കാൻ എന്റെ ജമ്മും കസറും കാരണവും, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചത്. എനിക്കും എതിരുണ്ട്, എനിക്ക് സുബൈക്ക് നിസ്കരിച്ചാൽ മതി, ഞാൻ മുസാഫിറാണ്. പക്ഷെ എന്റെ ഒപ്പം നടക്കുന്നവർക്ക് ജമ്മും കസറും ഇല്ല, അവർ മുസാഫിറല്ല, അവർ നാട്ടുകാരാ. എന്റെ ഒപ്പമുള്ള ആളുകൾക്ക് ഞാൻ കാരണം എന്നെ ആനയ്ക്കല്ല വേണ്ടത്, അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെടുക. ഇന്ന ആനയ്ക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല, അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെടാനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടിട്ട് പിന്നെ എന്നെ ആനയിച്ചാൽ മതി. അതാണ് മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖി. ആ കണിശ ബോധം, ആ അടിത്തറയിലാണ് ഇതൊക്കെ പടുത്തുയർത്തിയത്. ആ അടിത്തറയിൽ നിലനിൽക്കുമ്പോഴേ ഇതിന് പടച്ചവന്റെ പൊരുത്തം ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ എത്രയോ സംഭവങ്ങൾ. കഥകളിക്ക് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക്, നിസ്കരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കി കഥകൾ നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് തങ്ങൾ കയറി വന്നൊരു സംഭവം ഒരു സാഹിത്യകാരൻ അനുസരിച്ചിട്ടുണ്ട്. കഥകളി നടക്കുന്ന സ്ഥലത്തേക്ക് തങ്ങൾ പാഞ്ഞ് കയറി വന്നു. നല്ല സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് കയറി വന്ന് നോക്കുമ്പോൾ ഒരു സായാഹ്ന സമയത്ത് ഞങ്ങളുടെ ക്യാമ്പിൽ ഒരു കഥകളി ഇവിടെ ഒരു ആർട്ടിസ്റ്റ് പറയാം, സായാഹ്നത്തിൽ ഞങ്ങളുടെ ക്യാമ്പിൽ തങ്ങൾ കയറി വന്നു. പരിസരം മുഴുവനും കഥകളിക്കോപ്പുകളും വേഷവിധാനങ്ങളും ചിതറിക്കിടക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ മുസല്ല വിരിച്ച് നിസ്കാരത്തിൽ സമയനിഷ്ഠ പാലിക്കുന്ന ജനാബ് തങ്ങൾ നിസ്കരിച്ച രംഗം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൗതുകത്തോടെ നോക്കി. കുറെ കഴിഞ്ഞപ്പോൾ വെളുത്ത ഒരു തുണി കെട്ടയച്ച് ഞങ്ങളെയെല്ലാം കഥകളിക്കാരെ അടുത്ത് വന്നിട്ട്, അവിടെ നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയുള്ളൂ, ഏതോ യാത്രയിലാണ്, കണ്ട ഒരു ഷെഡിലേക്കാണ് കയറി ചെന്നപ്പോൾ അവിടെ കഥകളിയുടെ റിഹേഴ്സൽ നടക്കുക. പിന്നെ കഥകളുടെ ചമയങ്ങളും കോപ്പുകളും അലങ്കാരങ്ങളും വേഷങ്ങളും ഒക്കെ ചിതറിക്കിടക്കുന്നതിനടുത്ത് തങ്ങളെ കയ്യിലുള്ള മുസല്ല വെച്ച് നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് മുസ്ലിമീങ്ങളുണ്ട്, കുറെ ഹിന്ദുക്കളുണ്ട്, അവരെയൊക്കെ തങ്ങൾ അടുത്തേക്ക് വിളിച്ചിരുത്തി തങ്ങളെ കയ്യിൽ ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് തുറന്നു നോക്കുമ്പോൾ
നല്ല പൊരിച്ച കോഴിയും കുറെ തീറ്റ പലഹാരങ്ങളും. ഞങ്ങളെല്ലാവരും അടിച്ചു വരുത്തിയത് പിന്നെ ഞങ്ങളെ തീറ്റാനാണ് തങ്ങൾ മുതിർന്നത്. ഞങ്ങളുടെ കഥകളി സംഘത്തിലുണ്ടായിരുന്ന OP ജോസഫും കലാമണ്ഡലം കൃഷ്ണൻ നായരും മോഹനും നമ്പീശനും എല്ലാം പിതൃതുല്യമായ ആ സ്നേഹങ്ങൾക്ക് മുന്നിൽ വികാരഭരിതരായിപ്പോയി. നിങ്ങൾ ചിന്തിക്കും, മലയാളത്തിലെ കഥകളിയുടെ ജീനിയസുകൾ അവർക്ക്. ഇതാരാണോ തങ്ങളൊക്കെ ഓട്ടില്ല. ഇതേ ഒരു അനുഭവം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിനുണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ പോയി ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന PV അബ്ദുൽ വഹാബിനോട് പറഞ്ഞു, നിസ്കരിക്കണം എനിക്ക്. അപ്പോൾ PV അബ്ദുൽ വഹാബ് പറഞ്ഞ്, തങ്ങളെ കുറച്ചടുത്താണ്, നമ്മൾ ഇറങ്ങിയാൽ നമ്മളെ തൊട്ടടുത്താണ് നമ്മളെ റൂം പോയി നിസ്കരിക്കാം. ഇത് അമേരിക്കയാണ്. ഇത് അമേരിക്കയാണെങ്കിലും അള്ളാന്റെ ഭൂമിയാണ്, നിസ്കരിക്കണം. കുറെ നേരമായി നിസ്കരിക്കാതെ ഫ്ലൈറ്റിൽ ഇരിക്കുന്നു, ഇനി നിസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞ് വഹാബ് പറഞ്ഞ്, തങ്ങളെ ഇത് കരിപ്പൂരല്ല, ഒരു നമ്മളെ ഭീകരവാദികളായി പിടികൂടും. പറഞ്ഞു, പിടികൂടിക്കോട്ടെ, അള്ളാഹ് ഭയപ്പെട്ടിട്ട് പിടികൂടുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല, നിസ്കരിക്കല്ലേ, ഭീകരവാദമല്ലല്ലോ. വേഗം അവരെയൊക്കെ ശാസനകളും മറികടന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഈ മനുഷ്യന്റെ മരുമോൻ, ലക്ഷണമൊത്ത അമ്മോശന്റെ ലക്ഷണമൊത്ത മരുമോൻ, പോയി വാഷ് ബേസിൽ പോയി ഉള്ളുവെടുത്ത് വന്നപ്പോൾ പിന്നെ നിസ്കരിക്കാൻ എന്തൊരു വസ്ത്രം കിട്ടി. ആ വിരിപ്പ് വിരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എയർപോർട്ടിലെ, അമേരിക്കൻ എയർപോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസർ ഓടി വന്നിട്ട് തങ്ങളെ കൈ പിടിച്ച് നേരെ അയാളുടെ പേഴ്സണൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല മനോഹരമായ വിരിപ്പ് വിരിച്ചു കൊടുത്തിട്ട് നിസ്കരിപ്പിച്ച്. നിങ്ങളൊന്ന് സഹായിച്ചാലേ അത് നിങ്ങളെ സഹായിക്കുള്ളൂ. അതന്നെ ലക്ഷണമൊത്ത അമ്മോശന്റെ ലക്ഷണമൊത്ത ഒരു മോൻ. അവരൊക്കെ അടിത്തറ പടച്ചവനോട് വഴിപ്പെടുന്ന ആ അടിത്തറയായിരുന്നു. ആരുടെയൊക്കെ മുന്നിലാ തങ്ങൾ? ഇവിടെ OP ജോസഫാണോ കലാമണ്ഡലം കൃഷ്ണൻ നായരാണോ എന്നൊന്നും തങ്ങൾക്ക് കൊണ്ടല്ല. കഥകളിയുടെ ജീനിയസാ കലാമണ്ഡലം കൃഷ്ണൻ നായർ. അവരെ നടുവിൽ നമസ്കരിച്ച് പിന്നെ എന്തുണ്ടായി? പിന്നെ തന്റെ അന്നത്തെ ഭക്ഷണം തുറന്നിട്ട് എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു. ഇതൊരു മുസ്ലിമിന്റെ ഭക്ഷണമല്ലേ, ഇത് കോഴി പൊരിച്ചല്ലേ എന്നൊന്നും ആരും നോക്കിയില്ല. ആ പിതൃതുല്യമായ വാത്സല്യത്തിന് മുന്നിൽ ഞങ്ങൾ കഥകളിയുടെ സംഘത്തിലുണ്ടായിരുന്ന OP ജോസഫും കലാമണ്ഡലം കൃഷ്ണൻ നായരും മോഹനും നമ്പീശനും എല്ലാം പിതൃതുല്യമായ ആ സ്നേഹങ്ങൾക്ക് മുന്നിൽ വികാരപരിതരായിപ്പോയി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ബഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 972 ഉസ്മാൻ ബാഫഖി സ്വന്തം മകൻ വാഹനാപകടത്തിൽ മരിച്ചു. അപ്പോൾ തങ്ങൾ ഡൽഹിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യോഗത്തിലാണ്. കമ്പിയടിച്ചു, മകൻ മരിച്ചിട്ടുണ്ട്. സമസ്തയുടെ ബോർഡിംഗ് മദ്രസയിൽ വിദ്യാർത്ഥിയാണ് ഈ കുട്ടി, ഉസ്മാൻ ബാഫഖി, ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങളുടെ മകൻ. അങ്ങനെ തങ്ങൾ മയ്യത്തെടുക്കാൻ വേണ്ടി തങ്ങളെ കാത്തു നിൽക്കുക. തങ്ങൾ നേരെ ഫ്ലൈറ്റിന് ബാംഗ്ലൂർ വഴി ഇങ്ങനെ വന്ന് പുതിയങ്ങാടി വീട്ടിൽ വന്നു. പുതിയങ്ങാടി വീട്ടിൽ വന്ന് കയറുകയാണ്. മക്കളോട് ഭയങ്കര വാത്സല്യം. 26 മക്കളാണ്, 26 ഹജ്ജുമാണ്. 26ാമത്തെ ഹജ്ജിലാണ് മരിച്ചുപോയത്. 3 ഭാര്യമാര്, ഒരു ഭാര്യയിൽ 7, ഒരു ഭാര്യയിൽ 10, ഒരു ഭാര്യയിൽ 4-5 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ചുരുക്കത്തില് ഉസ്മാൻ ബാഫഖി 26 മക്കളാണ്, 3 ഭാര്യമാർ, 26 മക്കൾ. ഏറ്റവും വലിയ സ്നേഹമായിരുന്നു മക്കളോട്, വല്ലാത്ത സ്നേഹം. അതായത് അൻസ് ബാഫഖി എന്നോട് പറഞ്ഞു, ഓരോ മോനും തോന്നുന്നു എന്നോടാണ് ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. ആ വിധത്തിൽ സ്നേഹമായിരുന്നു ബാഫഖി തങ്ങൾക്ക്. ഉസ്മാൻ ബാഫഖി മരണപ്പെട്ട വിവരം ഡൽഹിയിൽ ലീഗിന്റെ ഉന്നതാധികാര യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ട വിവരം അറിഞ്ഞത്. പിന്നെ നേരെ ബഹുമാനപ്പെട്ട തങ്ങള് മടങ്ങിപ്പോന്നു. ഉസ്മാൻ ബാഫഖിയുടെ മയ്യത്ത് കാണാൻ വേണ്ടി വരുന്ന ഒരു രംഗം അനവധി ചരിത്ര രേഖകളിൽ കാണുന്നുണ്ട്. നേരെ കയറി വന്ന് മയ്യത്തിന്റെ അടുത്തേക്ക് തങ്ങൾ പോയില്ല. തങ്ങൾ നേരെ വീട്ടിൽ കയറി വന്നു, ഒന്നുകൊടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. ഇതാ ഫസഅഹു അംറുൻ സല്ലാ. ഏത് പ്രയാസം ഉണ്ടെങ്കിലും നിസ്കാരം കൊണ്ട് പ്രതികരിക്കുന്ന ആളായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി അലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യത്ത് കാണാൻ വാത്സല്യം. നേരെ മയ്യത്ത് കണ്ടിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കുട്ടിയുടെ അരികിലേക്ക് വന്നപ്പോഴത്തിന് വിരുമ്പിപ്പോയി. ബുദ്ധതുല്യ വാത്സല്യനിധിയായ ബാപ്പയായിരുന്നു ഈ ബാപ്പ. അപ്പോഴത്തിന് പൊട്ടിപ്പോയി. എല്ലാവരും കരഞ്ഞുപോയി, നിശബ്ദമായി കരഞ്ഞു എല്ലാവരും. എന്നാലും അള്ളാഹുവിനോട് പറഞ്ഞ് നിസ്കരിക്കാതെ മയ്യത്ത് കാണാൻ വന്നില്ല.
ഇതാണ് നിസ്കാരവും തങ്ങളും ദീനും തങ്ങളും ഉണ്ടായിരുന്ന വളരെ അഭേദ്യമായ ഒരു ബന്ധം അതായിരുന്നു. അതില്ലാതെ ബഹുമാനപ്പെട്ട തങ്ങള് ഒരു പ്രവർത്തനത്തിനും ഒരു കാര്യത്തിനും തങ്ങൾ മെനക്കെട്ടിട്ടില്ല. ബാഫക്ക് കുടുംബത്തിന്റെ പരിസരത്ത് 30 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ 30 കുടുംബങ്ങൾക്ക് റമദാൻ 1 മുതൽ 30 വരെ നോമ്പ് തുറ തങ്ങളെ വീട്ടിലാണ്. ഇത് തങ്ങളെ പതിവായിരുന്നു. റമദാൻ എന്നാൽ ബാഫക്ക് തങ്ങളുടെ മഹലിന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു റമദാൻ. ശ്രദ്ധിക്കണേ, 30 കുടുംബങ്ങൾ 1 മുതൽ 30 വരെ തങ്ങളെ വീട്ടിൽ നോമ്പുറക്കും. തങ്ങളെ രീതിയാ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതാണ് എല്ലാവരും ഒരേ സമയത്ത് തറാവീഹിന് പോകണം. നിസ്കാരങ്ങൾ, ഓരോരുത്തരും നിസ്കാരങ്ങളെ പരിശോധിക്കാൻ വേണ്ടി തങ്ങൾ കുട്ടികളെ നിസ്കാരത്തെ പരിശോധിക്കാൻ തങ്ങൾ ആളെ വെച്ചിട്ടുണ്ട്. എല്ലാ റമദാനും അവസാനിക്കുമ്പോൾ സമ്മാനം കൊടുക്കും. കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചവർക്ക് തങ്ങളുടെ ദീനാണ് പറയുന്നത്. തങ്ങൾക്ക് തന്റെ കുടുംബത്തിന്റെ തെർബിയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. 30 കുടുംബങ്ങൾ റമദാൻ 1 മുതൽ 30 വരെ തങ്ങളെ വീട്ടിൽ നോമ്പ് തുറ ഇത് പതിവായിരുന്നു. റമദാനിന്റെ തലേ ദിവസം പള്ളി, തങ്ങളുടെ പള്ളി, മഹല്ല് വക പള്ളി എല്ലാവരും കൂടിയിട്ട് ശുദ്ധീകരിക്കും. പിന്നെ എല്ലാവർക്കും തങ്ങള് പാരിതോഷികം പ്രഖ്യാപിക്കും. ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയവർക്ക്, ഏറ്റവും കൂടുതൽ തറാവീഹിന് കൃത്യമായി പങ്കെടുത്തവർക്ക്, തക്ബീറത്തുൽ ഇഹ്റാമും നേരത്തെ തന്നെ ജമാഅത്തിൽ കയറി വന്നവർക്ക് എല്ലാവർക്കും തങ്ങൾ പാരിതോഷികം പ്രഖ്യാപിക്കും. റമദാന്റെ അവസാന ഭാഗം പാരിതോഷികം കൊടുക്കും. 30 പുരയില് നോമ്പുറക്കാൻ ഉണ്ടാക്കില്ല. ഈ 30 ദിവസം 30 പുരക്കാർക്ക് തങ്ങളെ പുരയിൽ നോമ്പ് തുറ. ആ ഒരു സന്തോഷം തങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം തങ്ങൾക്കുണ്ടായിരുന്നു. റമദാൻ 7 ആകുമ്പോഴത്തിന് പള്ളിയിലേക്ക് ടൈലറെ വിളിക്കും. ഞാൻ പറഞ്ഞല്ലോ, സഹയ്യ, ഭയങ്കര സഹയ്യ, കയ്യിൽ ലുപ്തില്ലാത്ത കൈയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുടെ. തെർബിയത്തിന്റെ ശില്പിയാണ് ബാഫക്ക് തങ്ങൾ. പിരിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ പിരിവ് തങ്ങൾ എഴുതി 6000 റുപ്യ. അന്ന് കോഴിക്കോട് അങ്ങാടിയിൽ 1 പവന് 10 റുപ്യ. നിങ്ങൾക്ക് തിരിഞ്ഞാത്തത് കൊണ്ടോ നെട്ടണ ഗ്രന്ഥി നിങ്ങളെ തടിയിൽ ഇല്ലാത്തത് കൊണ്ടോ എന്താണ് നിങ്ങൾ നെട്ടാത്തതെന്ന് മനസ്സിലായില്ല. എലിയുടെ തടിയിൽ നിന്ന് ഭയത്തിന്റെ ഗ്രന്ഥികൾ എടുത്തു കടന്നപ്പോൾ അത് പൂച്ചയുടെ മുന്നിൽ നൃത്തം ചെയ്ത ഒരു സംഭവം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നതുപോലെ നെട്ടുന്ന ഗ്രന്ഥി പടച്ചോങ്ങളെ തടിയിൽ നിന്ന് എടുത്തു കളഞ്ഞോ എന്ന് എനിക്കറിയില്ല. തെർബിയത്തിന് വേണ്ടി ആദ്യത്തെ ദിവസം തങ്ങൾ കൊടുത്ത സംഭാവന 600 പവൻ സ്വർണം വാങ്ങാനുള്ള മുതല് 1936. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫഖി. നമുക്ക് പായ മടക്കി കിട്ടല നല്ലത്. 600 മനസ്സിലാവണില്ലേ പറഞ്ഞത്? തെർബിയത്തിന്റെ അടിസ്ഥാന രേഖ പരിശോധിച്ച് പറയാണ്. പോയിക്കോ. ആ തെർബിയത്തിന്റെ ഇന്നത്തെ പ്രസിഡന്റും തങ്ങളെ മകനാണ്. രേഖ പരിശോധിച്ചും അതിന്റെ യാഥാസ്ഥ നേടിയിട്ടും ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. തങ്ങൾ തെർബിയത്തിന് കൊടുത്ത ആദ്യത്തെ സംഭാവന 6000 ഉറുപ്പിക. അന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ 1 പവന് 10 റുപ്യ. 10,000 അല്ല, 10 റുപ്യ. 1 പവൻ സ്വർണത്തിന് 10 റുപ്യയുള്ള സമയത്ത് തങ്ങൾ തെർബിയത്തിന് കൊടുത്തത് 6000 റുപ്യ. അതായത് 600 പവൻ സ്വർണം വാങ്ങാനുള്ള പൈസ. ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് കുട്ടികൾക്ക് എത്ര ഉണ്ടാവും? ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയല്ലോ 1.5 കോടി റുപ്യ. അതാണ് നിങ്ങള് യുദ്ധക്കുപ്പായല്ല, സാധനാണ്. സഹിയ, ഭയങ്കര സഹിയ. അതാണ് ആ മനുഷ്യനെ പറഞ്ഞത്. ആ മനുഷ്യൻ സഹിയ. 30 കുടുംബം തങ്ങളെ പരിയങ്ങ് നോമ്പുറക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നെട്ടാത്തത് നിങ്ങൾക്ക് തങ്ങളാരാന്ന് അറിയാത്തതുകൊണ്ടാണ്. സഹിയ. കൊയിലാണ്ടി പള്ളിയിൽ ജമാഅത്തിന് വരുന്നവർക്കൊക്കെ പാരിതോഷികം കൊടുക്കും. റമദാൻ അവസാനം, റമദാൻ 7 അന്ന് ടൈലർ വന്നോളം നിയമം. റമദാൻ 7 അന്ന് തറാവീഹിന് ടൈലർ വരും. തറാവീഹിൽ ടൈലർ പങ്കെടുക്കും. ടൈലർ അളവെടുക്കണം. ജമാഅത്തിന് വന്നവരെ മുഴുവനും അളവെടുക്കുക. എല്ലാവർക്കും 3 ജോഡി വസ്ത്രം തങ്ങളെ വകയാണ്. മിക്കവാറും ആളുകൾക്ക് 1 കൊല്ലത്തെ വസ്ത്രമാണ് തങ്ങളെ വകയാണ്. 30 പേരയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും, ആണുങ്ങളും കുട്ടികളും ജമാഅത്തിനുണ്ടാവും. ഈ ആളുകൾക്ക് മുഴുവനും
വസ്ത്രം തങ്ങളൊക്കെയാ. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫഖി. ആ മനുഷ്യൻ ചൂണ്ടുന്നിടത്തേക്ക് ഒരു ലോകം തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്നാ തിരിയുക? ആ മനുഷ്യൻ ചൂണ്ടിയിടത്തേക്ക് ഒരു ലോകം തിരിയാനുള്ള കാരണം അസ്സഖിയ്യു ഖരീബും മിനല്ലാഹ് ഖരീബും മിനന്നാസ് ഖരീബും മിനൽ ജന്നതി ബഈദും മിനന്നാർ. ഹബീബായ നബി പറഞ്ഞു, അസ്സഖിയ്യു ഖരീബും മിനല്ലാഹ്, കൊടുക്കുന്നവൻ അള്ളാന്റെ കൂട്ടുകാരനാണ്. ഖരീബും മിനന്നാസ്, ജനങ്ങളോടും അടുത്തവനാണ്. ഖരീബും മിനൽ ജന്ന, സ്വർഗ്ഗത്തോട് അടുത്തവനാണ്. ബഈദും മിനന്നാർ, നരകത്തിൽ നിന്ന് വളരെ അകലെയാ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അങ്ങോട്ട് നിറച്ചിട്ട് കൊടുക്കുന്നേയിരിക്കും. തങ്ങൾക്ക് യാതൊരു വിഷമമില്ല, കൊടുക്കുന്നതിൽ വിരോധമില്ല, എല്ലാവർക്കും കൊടുക്കും. 3 ഇമാമുമാരെ നിർത്തും. 8 റക്അത്തിനൊരു ഇമാമ നന്നായി ഓതി നിസ്കരിച്ചോളണം. നമ്മളെ ഇന്നത്തെ അലന്തര കൈപ്പയെ 2 വട്ടം ആവർത്തിക്കല്ല. 8 റക്അത്തിനൊരു ഇമാമ്, അയാൾ തങ്ങളെ പള്ളിയിൽ തങ്ങളുടെ ചെലവിലും ശമ്പളത്തിലും തറാവീഹിന് 3 ഇമാമ. അത് മരണം വരെ അങ്ങനെയായിരുന്നു. 8 റക്അത്തിനൊരു ഇമാമ്, അപ്പോഴത്തേക്ക് അയാൾ കുഴങ്ങും, മാറും. അടുത്ത ഇമാം അടുത്ത 8 റക്അത്തിന് 16 കഴിഞ്ഞ് പിന്നെ 4 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്തറിനും കൂടെ വേറെ ഇമാമ. 3 ഇമാമുമാർക്ക് ശമ്പളം വസ്ത്രം എല്ലാം തങ്ങളൊക്കെയാണ്. അതാണ് സഖിയ്യ്. അതാണ് കയ്യ് മുഴുവനും ഓട്ടയായി പോയ സഖിയാണത്. പക്ഷെ എന്നാലും ഓട്ട ഉണ്ടായില്ല. അള്ളാഹു അത് കൊടുത്തു, നിഅ്മത്തെ കൊണ്ട് കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും തങ്ങളെ വകയുണ്ടായിരുന്നു. തങ്ങളെ കയ്യൊപ്പില്ലാത്ത ഒരു സംഭവമില്ല, തങ്ങളെ കൈ കൊണ്ട് കിട്ടാത്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സ്കോളർഷിപ്പ് കൊടുത്ത ആളുകൾ കേരള സർക്കാരിന്റെ സ്കോളർഷിപ്പ് അല്ല ആദ്യം ഉണ്ടായത്, ബാഫക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? നിർത്തണ്ട. കേരള സർക്കാർ അല്ല മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യം സ്കോളർഷിപ്പ് നടപ്പിലാക്കിയത്. ആദ്യത്തെ സ്കോളർഷിപ്പ് ബാഫക്ക് തങ്ങളുടെ സ്കോളർഷിപ്പാണ്. തങ്ങളുടെ കൊടുത്തു. തങ്ങളെ സ്കോളർഷിപ്പിൽ പഠിച്ചുണ്ടാക്കിയ അനവധി ആളുകൾ പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അധികായന്മാരായി. അതിൽപ്പെട്ട ഒരാളാണ് CH മുഹമ്മദ് കോയ. പക്ഷെ പഠിക്കുന്ന വിദ്യാർത്ഥിക്കറിയില്ല ഈ സ്കോളർഷിപ്പ് തരുന്നത് ആരാണ്. ഞാൻ ചില ഭാഗങ്ങൾ അനുസ്മരിക്കുന്നു. തങ്ങളുടെ ധനശേഷിയില്ലാത്തവരെ സ്വന്തമായി പണം നൽകി പഠിപ്പിക്കാനും ഏതെങ്കിലും വിഷയത്തിൽ പ്രത്യേക അഭിരുചിയുള്ളവരെ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിച്ച് സമുദായത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റാനും ബാഫക്ക് തങ്ങൾ കാണിച്ച ശുഷ്കാന്തിയും മാതൃകയും നിർഭാഗ്യവശാൽ എവിടെയോ വെച്ച് കണ്ണിമുറിഞ്ഞു പോയിരിക്കും. തങ്ങൾ സ്കോളർഷിപ്പ് നൽകി പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഉയർന്ന പദവികളിൽ എത്തിയ ശേഷം അവർ തന്നെ വെളിപ്പെടുത്തിയപ്പോഴാണ് ആ സ്കോളർഷിപ്പിന്റെ ചരിത്രം ലോകം അറിഞ്ഞത്. 1940 ഇങ്ങോട്ട് നോക്ക്. ആർക്കെങ്കിലും 10 റുപ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് 10,000 ആളെ വിളിച്ചു കൂട്ടിയിട്ട് 10 റുപ്യ കൊടുക്കുന്ന പരിപാടിയല്ല തങ്ങളുടേത്. അതാരും പിന്നീട് ഇവരിത് തിരിച്ചറിഞ്ഞ ഇവർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം തങ്ങൾ ചെയ്ത വിവരം നാട്ടുകാർ അറിഞ്ഞത്. 1940കളിൽ കൊയിലാണ്ടി ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളായ 14 പേരുടെ ഫീസ് പതിവായി നൽകിക്കൊണ്ടിരുന്നത് ആരാണെന്ന് അതിന്റെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്ക് അറിയില്ലായിരുന്നെന്ന് പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബ് ഒരിക്കൽ എഴുതുകയുണ്ടായി. ഫീസ് അടച്ച രസീതുകൾ അവിടുത്തെ അറബി അധ്യാപകൻ കോട്ടപ്പുറം TP മുഹമ്മദ് മൗലവി കൃത്യമായി തന്നെ ഈ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരുന്നു. കൊയിലാണ്ടി. എന്നാൽ ആരാണ് ഫീസ് അടച്ചതെന്ന് ഇവർക്കറിയില്ല. കൊയിലാണ്ടി സ്കൂൾ മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം വരെയുള്ള തന്റെ ചെലവുകളൊക്കെയും തങ്ങൾ തന്നെയാണ് വഹിച്ചത്. ടി മുഹമ്മദ് സാഹിബ് പറയാം. ബഹുമാനപ്പെട്ട ടി അബ്ദുള്ള സാഹിബ്, പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബ് പറയാണ്, അതായത് കൊയിലാണ്ടി സ്കൂൾ മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത ബിരുദം നേടുന്നത് വരെയുള്ള എന്റെ മൊത്തം ചെലവ് ബാഫക്ക് തങ്ങളെ സ്കോളർഷിപ്പാണ് ബാഫക്ക് തങ്ങളെ വഹിച്ചത്. കൊയിലാണ്ടി സ്കൂൾ മുതൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള തന്റെ ചെലവുകളൊക്കെയും തങ്ങൾ തന്നെയാണ്. ബാഫക്ക് തങ്ങളുടെ പഠനാനുകൂല്യം പറ്റിയിരുന്ന 14 വിദ്യാർത്ഥികളിൽ CH മുഹമ്മദ് കോയ സാഹിബും പെട്ടിരുന്നു. ബാഫക്ക് തങ്ങളുടെ ധനസഹായം ലഭിച്ചിരുന്ന കാലത്ത് ഇങ്ങോട്ട് നോക്ക്. ബാഫക്ക് തങ്ങളുടെ ധനസഹായം ലഭിച്ചിരുന്ന കാലത്ത് ഒരു പ്രയാസവും എനിക്കില്ലായിരുന്നു. സ്വന്തം പിതാവായാൽ പോലും ഇത്ര കൃത്യം
കൃത്യമായി പണം തരുമോ എന്ന് ഞാൻ ശങ്കിച്ചു പോയിട്ടുണ്ട്. ഈ 14 കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരു മാസത്തും അവരുടെ ഒരു ആവശ്യത്തിനും നേരം വൈകിയിട്ടില്ല. ബാഫക്ക് തങ്ങളുടെ സ്കോളർഷിപ്പിൽ പഠിച്ച കാരണത്താൽ ആ സഹിയായ മഹാമനുഷ്യന്റെ കയ്യിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരു ബാപ്പയാണെങ്കിൽ പോലും ഇത് കൃത്യമായി കൊടുക്കില്ല എന്ന് പോലും ഞങ്ങൾ പലപ്പോഴും സംശയിച്ചു. ഞാൻ ബികോം പാസ്സായപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി വീട്ടുകാർ തിടുക്കം കൂട്ടി. അപ്പോൾ ബാഫക്ക് തങ്ങൾ എന്നെയും കൊണ്ട് എംപ്ലോയ്മെന്റ് ഓഫീസറുടെ അടുത്ത് ചെന്നു. 5000 ഉറുപ്പിക കെട്ടിവെച്ചാൽ ഉദ്യോഗമുണ്ടെന്ന് ഓഫീസർ പറഞ്ഞു. മാസാന്തം 500 രൂപ ശമ്പളം കൊടുക്കുമെങ്കിൽ ആ തുക കെട്ടിവെക്കാമെന്ന് തങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഞാൻ അലിപട് പഠനം കഴിഞ്ഞു വന്നപ്പോൾ ഫാറൂഖ് കോളേജിൽ തങ്ങൾ എനിക്കൊരു ജോലിയും ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ പ്രൊഫസർ ടി അബ്ദുള്ള സാഹിബിനെ അനുസ്മരണം എല്ലാം ചെയ്തു തങ്ങൾ. ബാപ്പ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈതി ഹല്ല മഅൽ അശ്ബാലി ഫി അജമി. മുസ്തഫ നബിയെ പറ്റി പറഞ്ഞെടുത്തിട്ട് പെൺപുലി പെൺകടുവ സ്വന്തം പുലിക്കുട്ടികളെ സംരക്ഷിക്കും പോലെയാണ് പുണ്യ റസൂൽ ഉമ്മത്തിനെ സംരക്ഷിച്ചത്. അതായിരുന്നു ആ മനുഷ്യന്റെ ജീവിത രീതി. എത്രയോ അതൊന്നും തങ്ങളെ സംബന്ധിച്ചിടത്തോളം മതം പഠിപ്പിക്കാൻ മദ്രസകളും ഭൗതിക വിദ്യാഭ്യാസ അധിഷ്ഠിതമായ പഠിത്തത്തിന് കോളേജുകളും നിഷ്ഠമായ ഭൗതിക വിദ്യാഭ്യാസത്തിന് സ്കൂളുകളും കലാലയങ്ങളും സ്ഥാപിക്കാൻ ബാഫക്ക് തങ്ങൾ മുൻകൈയിലുണ്ടായിരുന്നു. മലബാറിൽ അലിഗഡായി തീർന്ന ഫാറൂഖ് സ്ഥാപിക്കാൻ ആദ്യമായി ഫീസ് പൈസ കൊടുത്ത് തങ്ങളാണ്. ഒരിക്കൽ ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തങ്ങൾ തൻ്റെ കാറ് വിറ്റ് 10,000 രൂപ. ഫറൂഖുകാർക്ക് പോലും ഇപ്പത് അറിയുമാവോ? സ്വന്തം കാറ് വിറ്റ് 10,000 രൂപ കൊടുത്ത് തങ്ങളെ ചോരയിലുണ്ടാക്കിയതാണ് ഫറൂഖ് കോളേജ്. എത്ര മോനെ? കാറും 10,000. അങ്ങനെ കാറും കൊടുത്ത് 10,000 രൂപ. ഫറൂഖരൻ ഇവിടെ ഉണ്ട്. ഫറൂഖരൻ പറയും. എന്നാൽ ആ സ്ഥാപനത്തിലുള്ളവർക്കൊക്കെ തന്നെയും ഇപ്പോഴതൊക്കെ മറന്നോ? അവർക്കതൊക്കെ ഓർമ്മ ഉണ്ടാവോ എന്ന സംശയം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ ബെഞ്ചിലിരിക്കുന്നവർക്കൊന്നും ആ ഓർമ്മയില്ല. പലർക്കും ആ ഓർമ്മയില്ല. അവരൊരു ബെഞ്ച് സ്ഥാപിക്കുകയാണെങ്കിൽ ബാഫക്ക് തങ്ങൾക്ക് വേണ്ടി ഒരു ബെഞ്ച് സ്ഥാപിക്കാൻ വേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ബാഫക്ക് തങ്ങളെ പറ്റി പഠിക്കാൻ സന്നദ്ധയുള്ളവർക്ക് ഒരു വിശാലമായ ഹയാത്ത്, ഒരു യഥാർത്ഥ മൂമിനിന്റെ മലബാറി മൂമിനിന്റെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഹയാത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. അത് സയ്യിദ് റഹ്മാൻ ബാഫഖിയുടെ ജീവിതമാണെന്ന് അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് തരട്ടെ. എത്രയാ സംഭവം! ആ മനുഷ്യന്റെ ജീവിത രീതി, ആ മനുഷ്യന്റെ ആനുകൂല്യം കിട്ടാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യന്റെ സേവനങ്ങൾ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൊടുത്തിരുന്നു. എപ്പോഴും റമളാൻ 7-ന് എല്ലാവർക്കും വസ്ത്രം കൊടുക്കും. റമളാൻ അവസാനിച്ചാൽ പിന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാരെയും കൂട്ടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മഹല്ല് പള്ളിയിൽ കൂടുന്ന 30ഓളം പരിസരത്തുള്ള വീട്ടുകാർക്ക് നിർബന്ധമാണ് പെരുന്നാളിന്റെ അതിരാവിലെ നാസ്ത കഴിക്കാൻ തങ്ങളെ വരയിൽ വരണം. രാവിലെ നാസ്ത ഉണ്ടാക്കും. ആ നാസ്ത കഴിച്ചിട്ട് പിന്നെയാണ് പെരുന്നാൾ ഖുതുബക്ക് വേണ്ടി ചെറിയ നാളിന് പോവുക. നീളക്കുപ്പായം എല്ലാ കുട്ടികളും വലിയ നീളക്കുപ്പായിട്ട് തങ്ങളെ പിന്നാലെ പോകും. തക്ബീർ ചൊല്ലിപ്പോവും. അതൊരിക്കൽ മനോരമ കൊടുത്ത അതിന്റെ പടം തങ്ങള് തന്റെ മഹല്ല് പള്ളിയിലേക്ക് കുട്ടികളെയും കൂട്ടി തക്ബീർ ചൊല്ലിപ്പോകുന്ന ചിത്രം മനോരമ പ്രസിദ്ധീകരിച്ച സംഭവം ബഹുമാനപ്പെട്ടവരുടെ പുത്രൻ ഹംസ ബാഫഖി ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു. തക്ബീർ ചൊല്ലി അങ്ങനെ പോവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ 30 വീടുകളിലും തങ്ങളൊന്ന് കയറി ചെല്ലും. പെരുന്നാൾ പള്ളി കഴിഞ്ഞാൽ പിന്നെ നേരെ പുറത്തിറങ്ങാം മറ്റു വീടുകളിലേക്ക്. രാവിലെ 8 മണിക്ക് പെരുന്നാൾ ഖുതുബ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുമ്പോഴത്തിന് 2 മണിയാവും.
പിന്നെ എല്ലാവരും തങ്ങളെ കൂടെ ഒരു വലിയ ലോകം ഉണ്ടാവും. പിന്നെ സ്വന്തം പെരയിൽ ഉച്ചഭക്ഷണം. ഇതാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക്. ആ മനുഷ്യന്റെ വിരുന്ന് സൽക്കാരം കാത്തവരുണ്ടായിരുന്നില്ല. NSSന്റെ ശില്പിയാണല്ലോ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ കൊണ്ടുപോയ ഒരു സംഭവമുണ്ട്. മന്നത്ത് പത്മനാഭൻ തങ്ങൾ ഒരുക്കിയ വിരുന്നിന്റെ ചന്തം കണ്ടിട്ട് മന്നത്ത് പത്മനാഭൻ അന്തം വിട്ടുപോയി. ഏത് നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ അതിഥി ഉണ്ടായെങ്കിലേ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ബാഫക്ക് തങ്ങളുടെ ആതിഥ്യം അനുഭവിക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ അപൂർവമാണ്. മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ ബാഫക്ക് തങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നു. ആ സൽക്കാരത്തെക്കുറിച്ച് കൊയിലാണ്ടിയിലെ മുസ്ലിം ലീഗ് നേതാവ് M. അബ്ദുള്ളക്കുട്ടി അനുസ്മരിക്കുന്നു. കൊയിലാണ്ടിയിലുള്ള വിശിഷ്ടമായ എല്ലാ അപ്പത്തരങ്ങളും തീൻമേശയിൽ വിളമ്പിയിരുന്നു. തനിക്ക് മുമ്പിൽ കുമിഞ്ഞുകൂടിയ അപ്പവൈവിധ്യം കണ്ട് മന്നം അത്ഭുതപ്പെട്ടുപോയി. അതിവിശിഷ്ടമായ ചട്ടിപ്പത്തിരി, മുട്ടപ്പത്തിരി, കടലപ്പത്തിരി, പെട്ടിപ്പത്തിരി, തുർക്കിപ്പത്തിരി, മുട്ട മസാല, മുട്ട സുർക്ക, അമീറപ്പം എന്നിത്യാദി പരമ്പരാഗത മാപ്പിള വിഭവങ്ങൾ, അവയിൽ ഓരോന്നിന്റെയും പ്രത്യേകതകൾ ബാഫക്ക് തങ്ങൾ തന്റെ വിശിഷ്ടാതിഥിയായ മന്നത്ത് പത്മനാഭനെ വിവരിച്ചു കൊടുത്തു. കോഴിക്കോട്ട് പഴയ ഒരു ആചാരത്തിന്റെ ഭാഗമായി ഒരു പള്ളിയിൽ അപ്പവാക്യത നേർച്ച നടക്കുന്ന ഉത്സവവും തങ്ങൾ വിശദീകരിച്ചു. ഒരു വലിയ അപ്പത്തിന്റെ പട തന്നെ NSSന്റെ ശില്പിയായ മന്നത്ത് പത്മനാഭന്റെ മുന്നിൽ തങ്ങളാണ് നിരത്തി. തങ്ങളുടെ ആതിഥ്യം അനുഭവിക്കാത്ത ഒരാളില്ല. അതൊന്നും ഇസ്രാഫാന്ന് ശരി, അതെല്ലാം ഒരു ഇക്റാമാണ്, അതൊരു ബഹുമാനിക്കലാണ്. അതിൽ തന്റെ അതിഥിയെ ആരോടും തങ്ങൾക്കുണ്ടായിരുന്ന, അതുകൊണ്ടാണ് കേരളത്തിലെ സമുദായങ്ങളെ തുന്നിച്ചേർത്ത പട്ടുനൂൽ മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കയാണ്. ഇവിടെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും വിശാലമായ മനസ്സാ തങ്ങളെ മനസ്സ്, വിശാലമായ മനസ്സാ. ആ മനസ്സാണ് നേരത്തെ പറഞ്ഞത്. ആ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. സമസ്തയുടെ കേന്ദ്ര മുഷാവറ മെമ്പർ തിരൂരങ്ങാടിയിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജുമാ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് തങ്ങളാണ്. ഇന്നും ആ പള്ളിയുടെ ചുമരിൽ ശിലാഫലകമുണ്ട്. ശിലാസ്ഥാപനം നടത്തിയത് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ പിന്നെ ഇവിടെ കലാപുണ്ടാവും. ഇന്നത് പറഞ്ഞാൽ പോലും എന്തൊക്കെ നടക്കുന്നു പറയാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാരണം വലിയ മനുഷ്യന്മാർ പോയപ്പോൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഇതിനെ കുറിച്ച് പ്രയാസമുണ്ട്, പക്ഷേ ചരിത്രം സാക്ഷിയാണ്. ഏതായാലും പള്ളികൾക്ക് ശിലാഫലകം ഉണ്ടാകുന്നതും ഒരു ഭാഗ്യമായി എന്നെനിക്ക് തോന്നി ഇന്നലെ രാത്രി. കാരണം ആ ശിലാഫലകം ഉണ്ടായിരുന്നില്ലെങ്കിൽ പലരും അത് നിഷേധിക്കും. ഞാനിത് പറയാൻ വന്നതാണ്, പക്ഷേ ഒരു നിമിത്തം പോലെ അത് ഷാജിയും പറഞ്ഞു. അല്ലേ, ഷാജി അത് പറഞ്ഞല്ലോ. തിരൂരങ്ങാടി മുജാഹിദിന്റെ മലയാളത്തിലെ ഖുതുബ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. ആ തങ്ങളാ തറക്കല്ലിട്ടത്. ഇന്നും PMSMA കോളേജിലെ പള്ളി അതാണ്. ആ പള്ളിയുടെ ശിലാഫലകം ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നിൽക്കുക. ഉറുക്കും നൂലും മന്ത്രവും മൗലൂദും അതും ചിന്തിക്കണം. ഈ ആ വിഭാഗത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന ആളാണ് തങ്ങൾ. ഈ ശിർക്കൻ വാദങ്ങളുടെയൊക്കെ തന്നെ ഒരു തരം പൊള്ളത്തരവും ഇതിൽ നിന്ന് മനസ്സിലാവും. ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കാൻ വേണ്ടിയല്ല അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവരൊക്കെ വിവിധങ്ങളായ ആശയങ്ങളിൽ നിന്നെപ്പോഴും മനുഷ്യരായി അവർ പരസ്പരം ഉൾക്കൊണ്ടു എന്നതാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് ഒരേ കാറിൽ രണ്ടാൾ യാത്ര ചെയ്യും. ഒന്ന് MK ഹജി, ഒന്ന് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. MK ഹജി മുജാഹിദിന്റെ കേരളത്തിലെ ഒരു ശില്പി. അദ്ദേഹത്തിനെ വീട്ടിൽ ഇറക്കിയിട്ട് പട്ടിക്കാട് കോളേജിലേക്ക് പോകും ബാഫക്ക് തങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വലിയ ആളുകൾ. ഒരാള് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അവർ ആ മഹാൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തയുടെയും മഹാനായ നേതാവാണ്. ഒരാൾ KM മൗലവി. കേരളത്തിലെ മുജാഹിദിന്റെ ജീനിയസ് എന്ന് പറയാവുന്ന ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് KM മൗലവിയാണ്. രണ്ടാൾ കോഴിക്കോട്ട് വന്നാലും തങ്ങളെ വരെ പാർക്കും. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട്ട് വന്നാൽ തങ്ങളുടെ മാളികയിലാണ് താമസിക്കുക. KM മൗലവി മുജാഹിദിന്റെ ശില്പിയായ KM മൗലവി കോഴിക്കോട് വന്നാലും തങ്ങളുടെ മാളിക തന്നെ താമസിക്കുക. രണ്ടാളും. ഇത് ചരിത്രത്തിലെ കൗതുകകരമായ, ഇന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയാൻ മാത്രമുള്ള വിധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന
ഒരു വിശാലമായ ഒരു മനസ്സ് നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉദാഹരണമാണ്. ഇതിന്റെ അർത്ഥം ആരും ആരുടെ ആശയവും വലിച്ചെറിയണമെന്നല്ല. മനുഷ്യരായി കാണുന്നതിലും മുസ്ലിമീങ്ങളായി കാണുന്നതിലുമൊക്കെ അവർക്ക് ചില പ്രത്യേകമായ രീതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്റെയോ നിങ്ങളെയോ താല്പര്യമല്ല ഇവിടെ ജയിക്കേണ്ടത്. ഒരു മഹാനിലൂടെ ലോകത്തിന് കിട്ടിയ സത്യസന്ധമായ വിവരണമാണ് ഇത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ഇക്കൊല്ലം തന്നെ എന്നോട് ചോദിക്കണം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇതിലെ പല സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നെ വിസ്തരിച്ചാൽ എനിക്ക് സാക്ഷി തരാൻ കഴിയില്ല. ഇതിനൊക്കെ സാക്ഷി ഇന്നുണ്ട്. ബാഫക്ക് തങ്ങൾ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ സ്വന്തം വീട്ടിൽ അതിഥിയായി സ്വീകരിച്ചത് കണ്ട സാക്ഷികൾ ഇന്നുണ്ട്. ബാഫക്ക് തങ്ങൾ മുജാഹിദ് വിഭാഗത്തിന്റെ കേരളത്തിലെ ശില്പിയായ കെ മൗലവിയെ വീട്ടിൽ അനവധി തവണ അതിഥിയാക്കിയിരുന്നതിന് സാക്ഷിയായ ആളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിന് കഴിയൂല. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഗത്ഭ നേതാവ് NV അബ്ദുസ്സലാം മൗലവി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇതൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വിശാലമായ മനസ്സാണ്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, MK ഹാജി വന്നാലും ആ കൂട്ടത്തിൽ നിന്ന് ഹജ്ജ ചെല്ലേണ്ടി വരും. പിന്നെ അത് ഹജ്ജ ചെല്ലൂല എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അതാണല്ലോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെയും ഒരു രീതി ഇങ്ങനെ തന്നെയായിരുന്നു. പൂക്കോയത്തങ്ങൾ മൗമൂമായി കെ മൗലവി ഇമാമായി നിസ്കരിച്ചു. എന്നിട്ട് കേരളത്തിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജീനിയസ് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ നേതാവ് കെ മൗലവിയാണ്. കെ മൗലവി തങ്ങൾ മൗമൂമാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് കെ മൗലവി മുന്നോട്ടോടി. ഇതൊക്കെ ചരിത്രത്തിലെ അനർഘമായ സാക്ഷ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചുരുങ്ങിയിട്ട് നമ്മളൊരു കല്യാണത്തിന് വിളിക്കണമെങ്കിൽ പോലും ഇന്ന് ആളെ എണ്ണും. മിക്കവാറും 3-4 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളും കുട്ടികളും തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. 2-3 കൊല്ലം എങ്ങനെ പോകും? പിന്നെ നമ്മൾ പെണ്ണുങ്ങളും കുട്ടികളെ നമ്മളെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെയാണ് മിണുങ്ങുന്ന അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവുക. അവിടത്തേക്ക് നമ്മൾ ചെറുതായതിന്റെ വള്ളി വെട്ടാനാണ് അള്ളാഹു റഹ്മത്തുള്ളാക്ക് നാവ് തന്നത്. അത് ഞാൻ വെട്ടന്നെയാണ്. അത് വെട്ടിയത് ശരിയാക്കിയാലേ ഉമ്മത്തിന് എന്നാവുള്ളൂ. ഈ വിശാല മനസ്കതയാണ് ലോകം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ആ മനുഷ്യന് കഴിഞ്ഞത്. കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം മുട്ടിപ്പോക്കാണ്. മുട്ടിപ്പോക്കിനെ പറ്റി കേട്ടിട്ടില്ലേ? അതായത് അക്കാലത്തെ ജനസംഘക്കാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകും. അനവധി ആളുകൾ അതിന്റെ പേരിൽ മരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം കുറഞ്ഞ ജനങ്ങൾ അവര് മുട്ടിപ്പോകും. തിരിച്ച് മുസ്ലിമീങ്ങൾ എടുത്തു ചാടും, കൊലപാതകങ്ങൾ നടക്കും. പോലീസ് വരും, പോലീസ് വെടിവെക്കും. മിക്കവാറും വെടി കിട്ടുന്നത് മുസ്ലിമീങ്ങൾക്കായിരിക്കും. ഒരുപാട് ഈ കോഴിക്കോടിന്റെ പരിസരത്താണല്ലോ നടുവട്ടം. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഈ മുട്ടിപ്പോക്ക് കേരള ചരിത്രത്തിൽ നിർത്തിയ ആൾ മഹാനായ ബാഫക്കയാണ്. ബാഫക്ക് തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? അതാണ് നിങ്ങൾ രസം. ബാഫക്ക് തങ്ങൾ ഹിന്ദുക്കളെയും നടുവട്ടത്ത് പ്രകോപിതരായി നിൽക്കുന്ന ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എന്തും സംഭവിക്കാവുന്ന സ്ഥലത്തേക്ക് ബാഫക്ക് തങ്ങൾ ചെന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുട്ടിപ്പോകാലോ. പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകാൻ ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഒരു വിരോധമല്ല. ആർക്കും മുട്ടിപ്പോകാവുന്നതാണ്. പിന്നെ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തെ ബഹുമാനിക്കാൻ നമ്മൾ നിർബന്ധിക്കല്ല വേണ്ടത്. അവരെ സംസ്കാരത്തിൽ നിന്ന് അവർ സ്വയം ഉൾക്കൊള്ളാണ്. പിന്നെ മുട്ടിപ്പോകാൻ ജനസംഘക്കാർക്ക് ലജ്ജയായി തിരിഞ്ഞുപോയി. പറഞ്ഞത് മനസ്സിലായില്ല. തങ്ങൾ അതിന് സ്വീകരിച്ച നയം ചിന്തിക്കണം. പ്രകോപിതരായി നിൽക്കുന്ന ആളുകളുടെ നടുവിലേക്ക് തങ്ങളാണ് ചെന്നു. തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഒരു പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകുന്നതിന് ഇസ്ലാമിക ശരീഅത്തിൽ ഒരു വിരോധമല്ല. ഞാൻ അനവധി പണ്ഡിതന്മാരോട് അന്വേഷിച്ചു. ശരീഅത്തിൽ എവിടെയെങ്കിലും പള്ളിയുടെ മുന്നിലൂടെ മുട്ടിപ്പോകാൻ പാടില്ല എന്ന് ഒരു കിതാബിലും എഴുതിയതായി കാണുന്നില്ല. അതുകൊണ്ട് പള്ളിയുടെ മുന്നിലൂടെ ആർക്കും മുട്ടിപ്പോയാലും ഇസ്ലാമിക ശരീഅത്തിന് ഒരു നഷ്ടവും സംഭവിക്കില്ല. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇന്നലെ 992 ബാബരി മസ്ജിദിന്റെ പ്രശ്നം നടന്നത് പോലെ പ്രകോപിതമായ ഒരു സാഹചര്യമായിരുന്നു മുട്ടിപ്പോക്കിന്റെ പ്രശ്നം. അനവധി ആൾ അതിന്റെ പേരിൽ മരിച്ചിട്ടുണ്ട്. ഈ നടുവട്ടത്ത് മരിച്ചിട്ടുണ്ട്, പയ്യോളിയിൽ മരിച്ചിട്ടുണ്ട്, മണത്തലയിൽ മരിച്ചിട്ടുണ്ട്.
മണത്തലയിൽ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ കേളപ്പൻ പോലും പറഞ്ഞിട്ട് ജനങ്ങൾ സ്വീകരിച്ചില്ല. അവസാനം ബാഫക്ക തങ്ങളെ കൊണ്ടുപോയി. ബാഫക്ക തങ്ങൾ ചാവക്കാട് ഗസ്റ്റ് ഹൗസിൽ രണ്ട് വിഭാഗം RSSകാരെയും മുസ്ലിമീങ്ങളെയും വിളിച്ചുകൂട്ടി മാന്യമായ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മധ്യസ്ഥൻ, രണ്ടു കൂട്ടക്കാർക്കും മധ്യസ്ഥൻ ബാഫക്ക തങ്ങൾ, രണ്ടു കൂട്ടർക്കും സമ്മതനായ മധ്യസ്ഥൻ. അതാണ് മഹബ്ബത്തൻ ഫീ ഖുലൂബിന്നാസ്. മധ്യസ്ഥത പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. വിഷയം തീർന്നിട്ടില്ല. വേഗം തങ്ങൾ ഇരിക്കട്ടാന്ന് പറഞ്ഞ് എണീറ്റു. തങ്ങളുടെ കയ്യിൽ നിന്ന് ബാഗിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ കിണ്ടിയെടുത്തു. നേരെ ഒന്നു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഒന്നു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയ തങ്ങൾ നേരെ എങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. അപ്പൊ കേളപ്പൻ ചോദിച്ചു, എന്റെ തങ്ങളെ നിസ്കാരം കഴിഞ്ഞോ? പറഞ്ഞു, ബാത്റൂമിൽ വെള്ളമില്ല. അപ്പോഴത്തേന് ജനസംഘക്കാർക്ക് ബേജാറായി. ജനസംഘക്കാർ പരിസരത്തെ വീട്ടുകാർ RSSകാരാ, അവർ തന്നെ പാത്രം വാങ്ങി ഓടി. പാത്രം വാങ്ങി ഓടിയിട്ട് അവർ ആ പാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്നു. തങ്ങളെ കയ്യിൽ തങ്ങൾ വാങ്ങാൻ നോക്കുമ്പോൾ RSS പ്രവർത്തകന്മാർക്ക് വാശി. തങ്ങൾ വാങ്ങാൻ പാടില്ല, ഞങ്ങൾ ഒഴിച്ചു തരും. അസർ നിസ്കാരത്തിന് ഒന്നു ചെയ്യാനുള്ള വെള്ളം RSS ഒഴിച്ചു കൊടുത്തു. തങ്ങൾ അവര് നിശബ്ദരായിരുന്ന ഗസ്റ്റ് ഹൗസിൽ തങ്ങൾ നിസ്കരിച്ചു. രമ്യമായി അനവധി ആളുകളെ മരണത്തിനിടനായ സംഭവം. നിസ്സാരമായ ഒരു അസർ നിസ്കാരത്തിന്റെ അപ്പുറപ്പുറം നിസ്സാരമായ വാക്കുകൾ പറഞ്ഞ്, ഒരു അസർ നിസ്കാരത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായി നിസ്സാരമായ വാക്കുകൾ പറഞ്ഞ് തങ്ങൾ അന്തരിച്ചു. വിഷയം പറഞ്ഞു തുടങ്ങി. കോഴിക്കോട് വന്നാൽ തങ്ങൾ വിശ്രമിക്കാനിരുന്നത് കാർഡിയോളജിസ്റ്റ് ആയിരുന്ന രാമചന്ദ്രന്റെയും ജാനകിയുടെയും വീട്ടിലായിരുന്നു. ജാനകിയുടെയും രാമചന്ദ്രന്റെയും വീട്ടില് തങ്ങൾക്ക് ഇരിക്കാനും ദിക്ർ ചെല്ലാനും ഒരു മുറി ഉണ്ടായിരുന്നു. തളിക്ഷേത്രത്തിൽ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ പ്രശ്നം നടന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തങ്ങൾ രാമചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് അങ്ങാടിപ്പുറത്തേക്ക് പോയത്. ആ പ്രശ്നം പരിഹരിച്ച് തിരിച്ചു വന്നു. പയ്യോളിയിൽ 1952 അനവധി മനുഷ്യർ, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും കശാപ്പ് ചെയ്യപ്പെട്ടു. ഗാന്ധിയന്മാർ എന്ന് പറയുന്നവർ പോലും അന്ന് മേളത്തിൽ ഒളിച്ചു. ഇറങ്ങിച്ചത് സയ്യിദ് റഹ്മാൻ ബാഫക്ക തങ്ങൾ ധൈര്യം കയ്യിൽ പിടിച്ചുകൂട്ടി ഇറങ്ങിപ്പോരുന്നു. കൂടൻ പിടിച്ചുകൂട്ടി കേരളം കണ്ട ഏറ്റവും വലിയ നാവിന്റെ ഉടമക്കാരനെ കൂട്ടി CH മുഹമ്മദ് കോയ സാഹിബിനെ. പയ്യോളിയിൽ ചെന്നിറങ്ങിയപ്പോൾ മനുഷ്യർക്ക് കഠാരയാ മനുഷ്യന്റെ കയ്യിൽ പോലീസ് തങ്ങളോട് വാക്ക് പറഞ്ഞു, തങ്ങളെ വരാൻ പാടില്ലായിരുന്നു. തങ്ങൾ പറഞ്ഞു, മരിക്കാൻ പേടിയുള്ളവരോടല്ലേ നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറയണ്ടോ? എനിക്ക് മരിക്കാൻ പേടിയില്ല, ഞാൻ മരിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും. തങ്ങൾ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ബേജാറല്ലേ, നിങ്ങൾക്ക് ഞാനിവിടെ വന്നതിലുള്ള ബുദ്ധിമുട്ട്, പ്രൊട്ടക്ഷൻ വേണ്ട, നിങ്ങളൊരു തുറന്ന ജീപ്പും ഒരു മൈക്കും എനിക്ക് തരണമെന്നാണ്. പോലീസുകാർ തുറന്ന ജീപ്പും മൈക്കും കൊടുത്തു. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും താമസിക്കുന്ന ഏരിയകളിൽ പോയിട്ട് തങ്ങൾ മൈക്കിലൂടെ കരഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. കേരള ഗവർണർ പ്രസ്താവന ഇറക്കി. ബാഫക്കയുടെ കണ്ണുനീരാണ്. മദ്രാസ് ഗവർണർ, മദ്രാസിൽ രാജാജി പ്രസംഗിച്ചു. അന്ന് മദ്രാസിയുടെ മുഖ്യമന്ത്രി രാജാജി പ്രസംഗിച്ചു. ബാഫക്കയുടെ കണ്ണുനീരാണ് കേരളത്തിൽ സമാധാനം ഉണ്ടാക്കിയത്. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ചെന്ന സ്ഥലത്ത് പ്രസംഗിക്കാനൊന്നും ആ മനുഷ്യൻ ഒരു പ്രഭാഷണ കലയുടെ വൈദഗ്ധ്യമുള്ള ആളായിരുന്നില്ല. കഠാരയും കുപ്പിക്കഷ്ണങ്ങളും കല്ലും വലിച്ചെറിയൂ മനുഷ്യരെ, നമുക്കൊന്ന് മനുഷ്യരായിക്കൂടെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ, നമ്മളൊക്കെ ഒന്നല്ലേ എന്ന് പറഞ്ഞ് തങ്ങളത് കരഞ്ഞു. കരഞ്ഞ മനുഷ്യർ, ആ കരച്ചിൽ കണ്ട് വിടുമ്പൽ കണ്ട മനുഷ്യർ മുഴുവനും തങ്ങൾ കഠാര ഏതിയതിന്റെ പേരിൽ ലജ്ജിച്ചു ചെറുതായിട്ട് മുസ്ലിം ഹിന്ദുവിനോടും ഹിന്ദു മുസ്ലിമിനോടും മാപ്പ് പറഞ്ഞ് കരഞ്ഞു. തങ്ങൾ മടങ്ങിപ്പോന്നു. അതാണ് സയ്യിദ് റഹ്മാൻ ബാഫക്ക. ഹൈസ്കൂളിന്റെ നടുമുറ്റം കാണാത്ത മനുഷ്യൻ. കേരള ചരിത്രത്തിൽ സമാധാനത്തിന്റെ നേർവര. ആ കസേര ഇന്നും ഒഴിഞ്ഞു കിടക്കുക. ആ കസേരയിലേക്ക് ഇന്നിവരെ ഒരാൾക്ക് കിട്ടില്ല. ആ മനുഷ്യൻ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യനുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ പേടി മാത്രം. ആ മനുഷ്യൻ എന്ത് ചെയ്തു? 600 പവന്റെ സ്വർണത്തിന്റെ വില ഈ തെർബിയത്തുണ്ടാക്കാൻ നടന്ന് കൊടുത്ത മനുഷ്യൻ അനവധി രാത്രികളിൽ ചായപ്പേടികളിൽ എത്രയോ രാത്രികൾ ചായപ്പേടികളിൽ അന്ത്യം. സമസ്തയും വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ ബോർഡും മുസ്ലിം ലീഗും ഉണ്ടാക്കാൻ വേണ്ടി, പള്ളിയും മദ്രസയും ദർസും ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ തെക്കും മുടക്കും ഓടി നടന്നു. ബസ്സും സൗകര്യമില്ലാത്ത നാടുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വാഹനം കൊടുക്കാൻ അവർക്കുമില്ല. തങ്ങൾക്കാണെങ്കിൽ ഗൗരവമായ ചില പ്രശ്നങ്ങൾക്ക് നേരം വെളുക്കുമ്പോഴത്തിന് കോഴിക്കോട്ടെത്തും, മടങ്ങിപ്പോകും. അവസാനം എത്തുന്ന അവസാനത്തെ സ്ഥലത്ത് ചായപ്പീടികകളിൽ കൊതുകിന്റെ കടി കൊണ്ട് കടന്നു. കേരളം കണ്ട കോഴിക്കോടിന്റെ സുൽത്താൻ. ചിന്തിക്കണം. അതാണ് സയ്യിദ്റാൻ ബാഫഖ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതാണ് സയ്യിദ്റാൻ. ഒരിക്കൽ അലിക്കുഞ്ഞ സാഹിബ് പറയാ, പൊന്നാനിയിൽ ഞാനും തങ്ങളും ഒരു ലീഗ് യോഗത്തിന് പോയി. കോഴിക്കോട്ട് നിന്ന് തീവണ്ടിക്ക് പോയി തിരൂരിൽ ഇറങ്ങി. അന്ന് കുറ്റിപ്പുറം പാലം പണി തീർന്നിരുന്നില്ല. ചിന്തിക്കണം അക്കാലത്തെ പറ്റി. തിരൂരിൽ നിന്ന് കണ്ടക്ടറുടെ ഔദാര്യത്തിന് വിധേയനായി ബസ്സിന്റെ പിൻസീറ്റിലിരുന്നു. ഇന്നത്തെ റോഡുമല്ല അന്ന്. ബസ് കുണ്ടിലും കുഴിയിലും വീഴുമ്പോൾ ബാബക്ക് തങ്ങളുടെ തല ബസ്സിന്റെ ടോപ്പിന് മുട്ടിക്കൊണ്ടിരുന്നു. ഓവർലോഡായിരുന്ന ബസ്സിൽ യാത്രക്കാരുടെ ഇരിപ്പിടം ബാബക്ക് തങ്ങളുടെ മടിയോളം എത്തി. ആ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചു ചമ്രവട്ടത്തെത്തി. അവിടെ നിന്ന് മറ്റൊരു ബസ്സിന് പൊന്നാനിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ബസ്സും വണ്ടിയും കിട്ടാത്തതിനാൽ ചമ്രവട്ടത്ത് ഒരു ചായപ്പേടികയുടെ മുറ്റത്ത് ഒരു ബെഞ്ചിന്മേൽ തങ്ങൾ കിടന്നുറങ്ങി. ഇന്ന് നമുക്ക് വണ്ടിയില്ലെങ്കിൽ പോവില്ല, കാറില്ലെങ്കിൽ യാത്ര ചെയ്യില്ല. ആ കേരളത്തിന്റെ സുൽത്താൻ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, അള്ളായിരുന്നു മനുഷ്യൻ ലക്ഷ്യം. എല്ലാം കയ്യിലുണ്ടായിട്ടും അള്ളാഹ്ക്ക് വേണ്ടി അനുഭവിച്ചത്. മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖ് ചെയ്ത പ്രവർത്തനത്തിന് കയ്യും കണക്കുമില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ വളരെ പരിമിതമായതുകൊണ്ട്. മോമിനീങ്ങളെ, ഇനി ആ മനുഷ്യനെ പറ്റി പറഞ്ഞ് ഞാനത് മനുഷ്യന്റെ മരണം മാത്രം പറയാം. 1972 അവസാനം ഹജ്ജിന് പോകുന്ന സംഭവം മാത്രം പറയാം. അത് മാത്രം പറഞ്ഞ് ഞാൻ ഈ പ്രഭാഷണത്തിന്റെ എൻ്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് നൽകിയ അസുലഭമായ ഈ അവസരം ഞാനിതാ വാക്കുകൾ അവസാനിക്കുന്നില്ല. എന്നാൽ വാക്കുകൾ മാത്രമാണ് അവസാനിക്കുന്നത്. ആശയം ഇനിയും നീണ്ടു കിടക്കുക. ഈ ആശയങ്ങളിൽ ഒന്നും തുന്നിച്ചേർക്കേണ്ടതില്ല. വാക്കുകളുടെ അണപൊറിയാത്ത പ്രവാഹത്തിന്റെ പാരാവാരം നിങ്ങൾ വിദ്യാർത്ഥികളെ സ്വയം കണ്ടെത്തി തുന്നിച്ചേർക്കേണ്ടതാണ്. നമ്മൾ ഒരു ബാഫഖയായിട്ട് ജീവിക്കേണ്ടതാണ്. അതിന് നമ്മൾ നമ്മുടെ വട്ടവും ഭാഷയും നമ്മൾ ഉപേക്ഷിച്ച് മതിയാകും. നമ്മുടെ മഹാന്മാരായ മുൻഗാമികളിലേക്ക് നമ്മൾ മടങ്ങിപ്പോയാൽ മതിയാകും. ഈ മരണസംഗതി മാത്രം, മരണത്തിന്റെ വേള മാത്രം പറഞ്ഞ് അല്ലാഹു അനുഗ്രഹം കൊടുത്തില്ലേ. ഖദീജ ബീവിയാണ് പ്രസവിച്ച കാര്യം ഞാൻ പറഞ്ഞു. ആ ഖദീജ ബീവിയുടെ കൽച്ചുവട്ടിൽ ഖാസിമിന്റെയും ഹബീബായ റസൂലുള്ളാഹിയുടെ പേരാണ് അബുൽ ഖാസിം. കാരണം റസൂലുള്ളാഹിക്ക് ആദ്യമായി ഉണ്ടായ കുട്ടിയുടെ പേര് ഖാസിം എന്ന. ഖാസിമിന്റെയും റളിയല്ലാഹു അൻഹു മുസ്തഫ റസൂലുള്ളാഹിയുടെ സഹധർമ്മിണി ഖദീജത്തുൽ കുബ്രയുടെയും കാലിന്റെ ചുവട്ടിലാണ് സയ്യിദ് റഹ്മാൻ ബാഫഖയുടെ തല. ഒരു മനുഷ്യന് അല്ലാഹു നൽകാവുന്ന, ഒരു മലയാളിക്ക് അല്ലാഹു നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരം 1973 ജനുവരി 1 തീയതി ബാഫഖ് തങ്ങൾ തന്റെ 26ാമത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി. പ്രധാനപ്പെട്ട അഭിപ്രായം 26 ഹജ്ജാണ്. 26 മക്കളാണ്, 26 ഹജ്ജാണ്. അവസാനത്തെ ഹജ്ജിന് പോകേണ്ട തങ്ങളെന്ന് ഡോക്ടർ CK രാമചന്ദ്രൻ തങ്ങളോട് പറഞ്ഞിരുന്നു. തങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്നു. അത് വരില്ല. 45 ഗുളിക വേണ്ടിയിരുന്നു. 45 ഗുളികക്ക് കുറിച്ചു കൊടുത്തിരുന്നു. ആ ഗുളിക വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഹംസ ബാഫഖിയെ പറഞ്ഞയച്ചു. അപ്പോൾ ഹംസ ബാഫഖി കോഴിക്കോട് ആകെ തിരഞ്ഞിട്ട് 19 ഗുളിക കിട്ടിയുള്ളൂ. ഉപ്പാനോട് വന്ന് പറഞ്ഞു, ഉപ്പ കോഴിക്കോട്ട് 19 ഗുളികയുള്ളൂ. രാമചന്ദ്രൻ എഴുതി തന്ന ഗുളിക 19 വരുള്ളൂ. അതുകൊണ്ട് ബാപ്പ ബോംബെയിലെത്തിയിട്ട് വിമാനം കയറുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഗുളിക വാങ്ങണം. അപ്പോൾ മെല്ലെ ഹംസ ബാഫയുടെ കാതിൽ പറഞ്ഞു, മോനെ ബാക്കിയുള്ള ഗുളിക വേണ്ടി വരില്ല എന്നാണ്. 19ാമത്തെ ദിവസം മരിച്ചു. 19 ഗുളിക 19ാമത്തെ മോനോട് പറഞ്ഞു, ബാക്കി നീ ഗുളിക വേണ്ടി വരില്ല എന്നാണ്. മമ്മൂക്കയെ ആ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, നിർബന്ധമായിട്ട് നിങ്ങൾ വരണം. പുറപ്പെട്ടതിൽ പിന്നെ പലതവണയും പറഞ്ഞു, മമ്മിക്കയ്ക്ക് ഇനി ഒറ്റക്ക് മടങ്ങാനാണ് വിധി എന്ന് പറഞ്ഞു.
ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളുടെ അവസാനത്തെ ആ യാത്ര ഞാൻ അല്പഭാഗം മാത്രം നിങ്ങൾ 12-ാം തീയതി വെള്ളിയാഴ്ച ഹറമിൽ ജുമഅക്ക് വരുമ്പോൾ തങ്ങൾ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ആലിക്കുഞ്ഞിയുടെ സഹായത്തോടു കൂടെയാണ് നടന്നു വന്നത്. ബാഫക്ക് തങ്ങളുടെ സന്തത സഹചാരിയായ ആലിക്കുഞ്ഞി സാഹിബ് എഴുതിയ ലേഖനം അറഫയിൽ നിർവഹിക്കേണ്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മുസ്ദലിഫയിൽ രാത്രി പകുതി കഴിയുന്നത് വരെ താമസിക്കുകയും സുന്നത്ത് നമസ്കാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സുന്നത്ത് നമസ്കരിച്ച് അവിടെ നിന്ന് കല്ല് പെറുക്കി മിനയിലെത്തി. അവിടെ മുത്തവഫ് അബ്ദുറഹ്മാൻ ദൂമിന്റെ ക്യാമ്പിലാണ് ബാഫക്ക് തങ്ങൾ താമസിച്ചത്. ഒരു തൂവാല ഉടുക്കുകയും മറ്റൊന്ന് പുടക്കുകയും ചെയ്ത് മരം കൊച്ചുന്ന തണുപ്പിൽ അറഫയിലും മിനയിലും ആദ്യ ദിവസവും കഴിച്ചു കൂട്ടേണ്ടത്. അവശനായിട്ടും ബാഫക്ക് തങ്ങൾക്ക് അതൊന്നും ഒരു പ്രതിബന്ധമായി തോന്നിയില്ല. കല്ലേറിന് അദ്ദേഹം പുറപ്പെട്ടു. ഇടവും വലവുമായി മമ്മിക്കയും കല്ലട്ടറയും ഉണ്ടായിരുന്നു. ഞാൻ അലിക്കുഞ്ഞ് സാഹിബ് പറയാണ്, ഞാൻ ബക്കർ ജമാലിന്റെ ക്യാമ്പിലായിരുന്നു. ആഫ്രിക്കക്കാർ, അഫ്ഗാനികൾ, തുർക്കികൾ, ബദവികൾ എന്നിവരുടെ തിരക്കിലൂടെ കല്ലെറിയേണ്ടുന്ന സ്ഥലത്ത് അദ്ദേഹം കല്ലെറിഞ്ഞ് 3 ദിവസവും മടങ്ങിയുള്ളൂ. കല്ലേറിന് പോയ പ്രയാസങ്ങൾ മമ്മൂക്കയെയും കല്ലട്ടറയും വിവരിക്കുമ്പോൾ തങ്ങൾ പുഞ്ചിരി തോന്നിക്കൊണ്ടിക്കൊണ്ട് മമ്മൂക്കയെ ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരുന്ന ലക്ഷണമാണ് കാണുന്നത് എന്ന് പറയുകയുണ്ട്. 16-ാം തീയതി മക്കത്തെത്തിയ ബാഫക്ക് തങ്ങൾ 973 ജനുവരി 16-ാം തീയതി അറഫേന്ന് കഴിഞ്ഞ് മിനയിൽ കഴിഞ്ഞ് മക്കത്ത് തിരിച്ചെത്തിയ ബാഫക്ക് തങ്ങൾ ഹജ്ജിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞു. ഇഫാദത്തിന്റെ തവാഫാണ്. 17-ാം തീയതി സുബഹിക്ക് ഹറമിലേക്ക് പോയി. തഹജ്ജുദും സുബഹിയും അവിടെ നിന്ന് നിസ്കരിച്ചു. തന്റെ പതിവ് പ്രകാരമുള്ള ഔറാദുകൾ കഴിഞ്ഞ ശേഷം കഅബ ഇഫാദത്തിന് തവാഫ് ചെയ്യാൻ വേണ്ടി മുതിർന്നു. 3 വട്ടം തവാഫ് നടത്തിയ ശേഷം തുടരാൻ ജനത്തിരക്ക് മൂലം തന്റെ സ്നേഹാസ്വാസ്ഥ്യം കാരണം തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇഫാദത്തിന്റെ തവാഫാണ്, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയുടെ സഹായത്തോടെ അദ്ദേഹം താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. അന്ന് ളുഹർ നമസ്കാരത്തിന് ശേഷം ഹറമിലേക്ക് പോകാൻ തങ്ങൾക്ക് അവധിലുണ്ടായിരുന്നില്ല. അസറിനും മഗ്‌രിബിനും ഇശാക്കും അദ്ദേഹം ഹറമിലെത്തി നമസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചു. മടങ്ങി താമര സ്ഥലത്തെത്തിയപ്പോൾ കാലിന് കുറെ നീരുണ്ടായിരുന്നു. ഈ സമയത്ത് അവസാനമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബാഫക്ക് തങ്ങൾ പെരുന്നാൾ സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ആ പെരുന്നാൾ സന്ദേശം കൂടി ഞാനൊന്ന് വായിക്കാം. വിശുദ്ധ മണ്ണിൽ വെച്ച് അസുഖം അനുഭവപ്പെടുമ്പോഴും ബാഫക്ക് തങ്ങൾ നാട്ടിലുള്ള തന്റെ സമുദായത്തിനും തന്റെ നാട്ടുകാർക്കും മുൻകൈയെടുത്ത് രൂപം കൊടുത്ത മുന്നണിയുടെ സർക്കാരിന്റെ കാര്യങ്ങൾ വിസ്മരിച്ചിരുന്നില്ല. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നിര്യാണത്തെ തുടർന്ന് മഞ്ചേരി പാർലമെന്റ് സീറ്റിലെ ഒഴിവ് നികത്താൻ CH മുഹമ്മദ് വയ സാഹിബും നീലേശ്വരം പറവൂർ അസംബ്ലി മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ വി കുഞ്ഞമ്പു, KT ജോർജ് എന്നിവരും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടായിരുന്നു. മക്കയിൽ തങ്ങൾ അയച്ച ഈദ് സന്ദേശത്തിൽ ഈ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. അക്കാലത്ത് സർക്കാരിനെതിരെ സർക്കാർ ജീവനക്കാർ നടത്തി വന്ന സമരവും തങ്ങൾ ഈദ് സന്ദേശത്തിൽ പരാമർശിച്ചിരുന്നു. തങ്ങൾ ഇങ്ങനെ എഴുതി: തൊഴിലുള്ളവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒട്ടും തൊഴിലില്ലാത്തവർ ധാരാളമായി ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്ന എന്ന് തൊഴിലുള്ളവർ മറക്കരുത് എന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഭൂരിപക്ഷത്തിന്റെ തിണ്ണബലത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളുടെ അവകാശം ധ്വംസിക്കുന്നവരെയും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷങ്ങൾക്കും അവകാശമുണ്ടെന്ന് അവസാനത്തെ സന്ദേശത്തിലും തങ്ങൾ എഴുതിയിരുന്നു. അവസാനത്തെ സന്ദേശം ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷത്തെ നിസാരവൽക്കരിക്കരുത്, ഭരണപക്ഷിയെ പോലെ പ്രതിപക്ഷത്തിനും രാജ്യത്ത് അവകാശമുണ്ടെന്ന് അവസാനത്തെ ഈദ് സന്ദേശത്തിലും തങ്ങൾ എഴുതി. 18-ാം തീയതി സുബഹിക്ക് മുമ്പായി തങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചു. തങ്ങൾ ആ സമയം വല്ലാതെ പരവശനായിരുന്നു. നടക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഹറമിലേക്ക് അദ്ദേഹത്തിന് പോകണം. എന്താണ് വഴി? മമ്മൂക്കയുടെയും മറ്റും സമ്മർദ്ദത്തിന് വഴങ്ങി അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചു. കേയും കല്ലട്ടറയും ഹറമിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ തങ്ങൾ പുതച്ചു കിടക്കുന്നു. ഉള്ളിൽ ഒരു കിടിലം, ഉള്ളിൽ ശീതമുണ്ട്, പനിയുണ്ടോ എന്നൊരു സംശയം എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ട ഉടനെ MKC അബുഹാജി സ്റ്റൗവിൽ കഞ്ഞി പാകം ചെയ്തു. ആ കഞ്ഞി കുടിച്ച് ആ MKC മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതിനിടയ്ക്ക് എന്റെ മലബാർ കലാപം എന്ന പുസ്തകത്തെ പറ്റി അലിക്കുഞ്ഞ് സാഹിബിനോട് ചോദിച്ചു. ലഹളക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പാട്ടിലെ ഏതാനും മൊഴികൾ തങ്ങൾ പനി പിടിച്ച് കിടന്ന് പാടി. കൂടെ തിക്കോടിക്കാരൻ അബ്ദുള്ള ഹാജിയും ഉണ്ടായിരുന്നു. ഉറക്കം 11 മണിക്ക് ഞെട്ടി. വിറയലും പനിയും ശക്തിയായി ഉണ്ടായിരുന്നു. ആ സമയത്ത് രാത്രി മമ്മൂക്കയെ
ഡോക്ടറെ വിളിക്കാൻ തന്റെ അടുക്കൽ ആളയച്ചു. ഇന്ത്യൻ മെഡിക്കൽ മിഷനിലെ ഡോക്ടർ അബ്ദുറഹ്മാൻ വന്നു. പനി 103 ഡിഗ്രി ഉണ്ടായിരുന്നു. രക്തസമ്മർദ്ദം തോയൗട്ടായിരുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് വരുത്തിക്കൊടുത്ത ശേഷം പനി നോർമലായി. ക്ഷീണത്തിന് ആശ്വാസമുണ്ടായി. ഉൾവെടുത്തു. ളുഹറും അസറും നിന്നുകൊണ്ട് തന്നെ നിസ്കരിച്ചു. എണീറ്റേക്കാൻ വയ്യ, എന്നിട്ടും നിന്നുകൊണ്ട് നിസ്കരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും സത്താർ സേട്ടുവും വന്നു. അവരുമായി കുറെ നേരം സംസാരിച്ചു. തങ്ങൾ താമസ സ്ഥലത്ത് വെച്ച് തന്നെ മഗ്‌രിബ് നമസ്കരിച്ചു, വിശ്രമിച്ചു. വീണ്ടും പനിയും വിറയലും തുടങ്ങി. അപ്പോഴേക്ക് ഡോക്ടർ അബ്ദുറഹ്മാൻ, ഇന്ത്യൻ മെഡിക്കൽ മിഷനിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ഖാനയും കുട്ടി മുറിയിലെത്തി. അവർ ചില മരുന്നുകൾ കൊടുത്തു. അതോടുകൂടെ ഉറങ്ങി. 10:30 മണിക്ക് വീണ്ടും ഉണർന്നു. അവസാനത്തെ രാത്രി ഒന്നുവെടുക്കണമെന്ന് പറഞ്ഞു. പരാശ്രയം കൂടാതെ ഒന്നുവെടുക്കുവാൻ സാധ്യമായില്ല. നിന്നുകൊണ്ട് തന്നെ ഇശ നമസ്കാരം നിർവഹിച്ചു. ജീവിതത്തിലൊരിക്കലും നമസ്കാരം കളയാത്ത അദ്ദേഹത്തിന്റെ അവസാനത്തെ നമസ്കാരമായിരുന്നു അതെന്ന് ആർക്കും ചിന്തിക്കാനായി. നമസ്കാരാനന്തരം ഉറങ്ങാൻ കിടന്നു. 12:30 മണിക്ക് ഉറക്കം ഞെട്ടി. മമ്മൂക്കയെ വിളിക്കാൻ പറഞ്ഞു. അതോടെ മുറിയിലുണ്ടായിരുന്ന കല്ലത്തറയും കുഞ്ഞാമവും ഉണർന്നു. എനിക്ക് വേദന സഹിക്കാനാവുന്നില്ല, ഞാനിത് രക്ഷപ്പെടുകയില്ല എന്ന ദീനരോധനമാണ്. കേൾക്കേണ്ടി വന്നു. ഡോക്ടർ വിളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് മറുപടി പറഞ്ഞു. സംസാരവും മറ്റും കേട്ടപ്പോൾ അടുത്ത മുറിയിലുണ്ടായിരുന്ന മുത്തവഫ് സയ്യിദ് സാലിഹ് മറ്റും മുസാവയും മറ്റും മാനേജർ പൂങ്ങാടൻ അബ്ദുറഹ്മാനും ഉണർന്ന് ഓടിയെത്തി. അവർ ഡോക്ടർ വിളിക്കാൻ ഓടി. അതിനിടെ അദ്ദേഹം പുതച്ചു, മൂത്രിച്ചു, ചായ കുടിച്ചു. 15 മിനിറ്റിനകം ഡോക്ടർ അബ്ദുറഹ്മാൻ ശൈഖോയ തങ്ങൾ ഓടിയെത്തി. അവർ ടെമ്പറേച്ചറും രക്തസമ്മർദ്ദവും പരിശോധിച്ചു. ആ സമയത്ത് ടെമ്പറേച്ചറും രക്തസമ്മർദ്ദവും എത്രയുണ്ടെന്ന് തങ്ങൾ അന്വേഷിച്ചു. അവർ മരുന്ന് കുത്തിവെച്ചു. അല്പനേരത്തേക്ക് ആശ്വാസം കണ്ടു. പിന്നെ എന്നെയൊന്ന് വലത്തോട്ട് ചരിച്ചു കിടത്തുകയും എന്ന് മുറിയിലുണ്ടാകുന്നവർ തങ്ങളെ വലത്തോട്ട് ചരിച്ചു കിടത്തി. പിന്നെ കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1906 മലയാളികൾക്ക് അല്ലാഹു വരദാനമായി നൽകിയ ലോകത്തിന്റെ നിധി 1973 ജനുവരി. ربنا عليك توكلنا وإليك أنبنا وإليك المصير. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى سيدنا محمد. وافق يا نناك يا رب, ഞങ്ങളെ നന്നാക്കി തരും. ഒരു കടുവ തന്റെ കുട്ടികളെ പോറ്റുന്നത് പോലെ മരണമേ ഞങ്ങളെ പോറ്റി. പ്രതിപക്ഷവും ഭരണപക്ഷവും കേരളത്തിന്റെ മക്കളാണ്. എല്ലാവരും നല്ല നിലയിൽ കഴിയണമെന്ന് അവസാനത്തെ സന്ദേശം നൽകിയ കേരളം കണ്ട മഹാനായ ആ ബാപ്പയോടുകൂടി നിന്റെ സ്വർഗത്തിൽ ആ വലിയ മനുഷ്യന്റെ ചാരത്തിരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ.